ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. റെഡി ആവുകയാണെങ്കിൽ നമുക്ക് അവർക്ക് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുക്കാം. എന്തായാലും പ്രിയ പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ അവർക്കെല്ലാം ക്ലാസ് മിസ്സായി. അപ്പോൾ എന്തായാലും ഞാൻ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്ക് ഊറാങ്കിൻ്റെ ടൂളിൽ തന്നെ ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ മാത്രം പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാം. റോബോട്ടിക് എക്സ്റ്റി നമ്മൾ പഠിച്ചു, XML സൈറ്റ് മാപ്പിനെ പറ്റി പഠിച്ചു, അതിൻ്റെ വാലിഡിറ്റി പാരാമീറ്റേഴ്സിനെ പറ്റി പഠിച്ചു, HRF ലാങ് ടാഗ് എന്നുള്ള സംഗതി പഠിച്ചു, ബ്രോക്കൺ ലിങ്ക്സ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ പഠിച്ചു. ബ്രോക്കൺ ലിങ്ക്സ് നമുക്ക് നെഗറ്റീവായിട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സംഗതിയാണെന്നൊക്കെ പഠിച്ചു. പിന്നെ മൊബൈൽ ഫ്രണ്ട്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. മൊബൈൽ റെൻഡറിങ്ങിൻ, പിന്നെ ടാർഗറ്റ്സ്, പ്ലഗിൻസ്, ഫോൺ സൈസ്, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. AMP ഒക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. schema.org പറ്റി പറഞ്ഞു, ട്വിറ്റർ കാർഡ് പറഞ്ഞു, ഇമെയിൽ പ്രൈവസി പറഞ്ഞു, SSL സർട്ടിഫിക്കേഷൻ പറഞ്ഞു. SSL സർട്ടിഫിക്കേഷൻ പറഞ്ഞായിരുന്നു പ്രിയ? നമ്മൾ HTTPS പ്രോട്ടോക്കോളുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് പെർഫോമൻസ് എന്നുള്ള ഏരിയയാണ് പഠിക്കാനുള്ളത്. അസറ്റ് മിനിഫിക്കേഷൻ എന്താണ് നമ്മൾ ആദ്യം പഠിക്കാം. ഞാൻ കുറച്ച് വന്ന ആൾക്കാരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട്, അക്ഷയ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമ്മുടെ വെബ്സൈറ്റിനെ, നമ്മളുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകളെയൊക്കെ നമുക്ക് മിനിഫൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, മിനിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അസറ്റ് മിനിഫിക്കേഷൻ അതിൻ്റെ വാക്കിനകത്ത് പറയുന്നത് പോലെ തന്നെ, ഉദാഹരണത്തിന് സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാനായിട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒത്തിരി ഫയൽസ് വേണ്ടി വരുന്നുണ്ടാവും. ഫയൽസ് എന്ന് പറയുന്ന മുറയ്ക്ക് നമ്മൾ HTML ഫയൽസ് ഉണ്ടാക്കാം, അതിനകത്ത് തന്നെ ഇമേജ് ഫയൽസ് ഉണ്ടാകാം, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഉണ്ടാവാം, CSS ഫയൽസ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഫയലുകൾ ഒരു വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വെബ് പേജ് ലോഡാകാൻ ഇത്രയും ഫയൽസ് സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുന്നുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലഘുരൂപം ഞാൻ പറയാം. ഒരാൾ ഒരു കമ്പ്യൂട്ടർ എടുത്ത് അതിനകത്ത് ബ്രൗസറിൽ URL ആയിട്ട് ഇപ്പോൾ google.com എന്നോ അല്ലെങ്കിൽ theresas.ac.in എന്ന് പറഞ്ഞ് നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ priyasoli.com എന്ന് അടിക്കുമ്പോൾ, പ്രിയയുടെ വെബ്സൈറ്റ് എവിടെയാണോ ഹോസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ആ സെർവറിൽ നിന്ന് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഫയൽസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവന്ന് ബ്രൗസർ അതിനെ റെൻഡർ ചെയ്ത് കാണിക്കും. ഇപ്പം priyasoli.com എന്ന് ഒരാൾ ബ്രൗസറിനകത്ത് അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ priyasoli.com എന്നുള്ള വെബ്സൈറ്റ് ഏത് സെർവറിലാണോ ഹോസ്റ്റ് ചെയ്ത് കിടക്കുന്നത് ആ സെർവറിലേക്ക് നെയിം സെർവർ വഴി റിക്വസ്റ്റ് പോകുന്നു. ആ റിക്വസ്റ്റ് അനുസരിച്ച് പ്രിയയുടെ വെബ്സൈറ്റിലോട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സെർവർ സിസ്റ്റത്തിൽ നിന്നും, സെർവർ സ്പേസിൽ നിന്നും ആ വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഫയൽസ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ സിസ്റ്റത്തിൽ വെച്ച് അത് ഓപ്പൺ ആകുന്നു. ഇതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നു. ഇങ്ങനെയാണ് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മൾ ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ബ്രൗസറിൽ നിന്ന് അയച്ചിട്ട് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സൈസുള്ള ഫയൽസൊക്കെയാണ് നമ്മൾ വെബ് പേജിനകത്ത് ഉപയോഗിച്ചിരിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജ് ഭയങ്കര സൈസുള്ളതാണെങ്കിലോ, ജാവാസ്ക്രിപ്റ്റ്, CSS ഫയൽസൊക്കെ ഒത്തിരി സൈസുള്ളതാണെങ്കിലോ നമ്മളെ വെബ് പേജ് ലോഡാകാൻ അത്രയും താമസം എടുക്കാറുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അസറ്റുകൾ, നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ്, ഉദാഹരണത്തിന് നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്ന ഇമേജസ്, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, CSS, ഇതൊക്കെ വളരെ മിനിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വളരെ ക്വാളിറ്റി ഒന്നും മോശപ്പെടാതെ അതിനെ മിനിഫൈഡ് ആയിട്ടുള്ള വേർഷനിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ് പേജ് ഓപ്പൺ ആക്കുന്ന യൂസേഴ്സിന് വളരെ ക്വിക്ക് ടൈം കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആക്കി കൊടുക്കാൻ, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യമാകും. അപ്പോൾ അങ്ങനെ അസറ്റ് മിനിഫിക്കേഷൻ
ഹലോ ഹലോ പ്രിയ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് എൻ്റെ സിസ്റ്റം ഓഫായിപ്പോയി. ഇപ്പോൾ കേൾക്കാമോ പ്രിയ? ഹലോ പ്രിയ കേൾക്കാമോ? സിസ്റ്റം ഇടയ്ക്ക് വെച്ച് ഓഫായിപ്പോയി. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വെബ് പേജിൻ്റെ അസറ്റ് മിനിഫിക്കേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വെബ്സൈറ്റ് അനാലിസിസിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന വെബ്സൈറ്റ് അതിൻ്റെ അസറ്റുകളൊക്കെ മിനിഫൈഡ് ആയിരിക്കുന്ന ഒരു അവസരത്തിൽ ആ യൂസറിന്, വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന എല്ലാ യൂസേഴ്സിനും അത് വളരെ ഗുണം ചെയ്യും. വളരെ ഈസി ആയിട്ട് ആ വെബ് പേജ് അവർക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കുന്ന അസറ്റ് ഫയൽസൊക്കെ മിനിഫൈഡ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, CSS ഫയൽസൊക്കെ മിനിഫൈഡ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വെബ് പേജ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് തന്നെ യൂസേഴ്സിന് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കിയേ പ്രിയ, അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സർ, അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വെബ്സൈറ്റിന്റെ അസറ്റ്സ് എല്ലാം മിനിഫൈഡ് ആണെങ്കിൽ അത് എളുപ്പം ലോഡ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി, ഈ പെർഫോമൻസിനകത്ത് അസറ്റ് മിനിഫിക്കേഷൻ്റെ അവിടെ ഒരു റെഡ് കളറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, യു കുഡ് റെഡ്യൂസ് 12.3 KB, ഇത്രയും ബൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 KB വരെ കൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ചില ഫയൽസ്. ഇതിനകത്ത് ഈ ഫയൽസിൻ്റെ അസറ്റ് മിനിഫൈഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതൊരു CSS ഫയലാണ്, അതിൻ്റെ അസറ്റ് മിനിഫൈഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 8 KB വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതും ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 12 KB വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ റെഡ് മാർക്ക് കൊണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അസറ്റ് മിനിഫൈഡ് ആവും. നിങ്ങൾക്കൊക്കെ അറിയാം, കോളേജിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 സെക്കൻഡ്, 8 സെക്കൻഡ്, 9 സെക്കൻഡൊക്കെ എടുക്കാറുണ്ടാവും. പിന്നെ നിങ്ങൾ നെറ്റ് സ്ലോ ആണും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ താമസം എടുക്കും. അവിടെ അസറ്റൊക്കെ മിനിഫൈഡ് ആയിട്ടുള്ള വെർഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റും CSS ഫയലും ഒക്കെ വളരെ മിനിഫൈഡ് ആയിട്ടുള്ള സൈസിൽ ആവശ്യമില്ലാത്ത കണ്ടൻസൊക്കെ കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഇത് ചെയ്തിട്ടുണ്ടാവും, കമൻറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടാവും വെറുതെ കിടക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ. പ്രത്യേകിച്ച് ഈ ജാവാസ്ക്രിപ്റ്റ് CSS ഒക്കെ എഴുതുന്ന ആൾക്കാർ അവർ ഒരുപാട് സ്ക്രിപ്റ്റ് ചിലപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് പോർഷൻ മാത്രമേ നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല അസറ്റുകളും മിനിഫൈഡ് ആകുന്നത് വഴി നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഗുണം കിട്ടും. എങ്ങനെയാണ് ഗുണം കിട്ടുക? വെബ് പേജ് ഓപ്പൺ ആക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ക്വിക്കായിട്ട് ഓപ്പണായി കിട്ടും. നമുക്കറിയാം, നെറ്റ് ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റിലെത്തുന്ന ആൾക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് ഓപ്പണാക്കി കിട്ടിയാൽ അത് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആകും. നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി അവർക്ക് നല്ല വിശ്വാസ്യത കിട്ടും. അങ്ങനെയുള്ള ഒരു രീതിയിൽ അത് പ്രയോജനകരമാണ്. ഇനി അസറ്റ് മിനിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഇതേ അസറ്റുകൾ, നമ്മൾ മിനിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച അസറ്റുകൾ നമ്മളെ സെർവറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കംപ്രസ് ചെയ്ത് അയക്കുന്ന ഒരു മെക്കാനിസം നമുക്ക് വെബ്സൈറ്റിനകത്ത് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം. വി ക്യാൻ ഇനേബിൾ asset compression method or technology. By using asset compression we can improve our loading time. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് കംപ്രഷൻ ചെയ്യുന്ന എന്തെങ്കിലും ടെക്നോളജി നമ്മുടെ വെബ്സൈറ്റിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആക്കുന്ന ഒരു യൂസറിന് സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ അത് കംപ്രസ് ചെയ്ത് സിപ്പ് ഫയലാക്കി അയക്കുന്ന മെക്കാനിസം ഇനേബിൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജികളിലൊന്നാണ് GZIP കംപ്രഷൻ. അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാൻ പോകണം. GZIP കംപ്രഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ priyasolid.com എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി ബ്രൗസറിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം, വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കിടക്കുന്ന സെർവറിൽ നിന്ന് ആ വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള അസറ്റ് ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അസറ്റ് കംപ്രഷൻ ഇനേബിൾ ചെയ്താൽ, അഥവാ GZIP കംപ്രഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ കമ്പോണൻസിനെ സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? സിപ്പ് ചെയ്തിട്ടാണ് അയക്കുക. ഉദാഹരണത്തിന് priyasolid.com എന്നുള്ള വെബ്സൈറ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി 1 MB സൈസ്, മൊത്തം സൈസിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 1 MB ആണെന്ന് വെച്ചോ. ഈ വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടി 1 MB സൈസിൽ വരുന്ന പല കമ്പോണൻസ് ഫയൽസ് സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ വന്നിട്ടാണ് നമ്മളെ ബ്രൗസർ അതിനെ റെൻഡർ ചെയ്ത് കാണിക്കുക. നോർമലി നടക്കുന്ന ഫീച്ചർ. സെയിം ടൈമിൽ priyasolid.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ അസറ്റ് കംപ്രഷൻ മെത്തേഡായിട്ടുള്ള GZIP കംപ്രഷൻ ഇനേബിൾ ചെയ്താൽ
എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് പേജ് ഓപ്പൺ ആക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഫയൽസ് സെർവറിൽ നിന്ന് അയക്കുന്നതിന് മുമ്പേ അതിനെ സിപ്പ് ചെയ്തിട്ടാണ് അയക്കുക. സിപ്പ് ചെയ്ത് അയക്കുന്നത് കൊണ്ട് ചിലപ്പോൾ 1 MB എന്നുള്ള ഫയൽ സൈസും എല്ലാം കൂടെ സിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു 400 KB 500 KB ആയി മാറും. 500 KB അയക്കുമ്പോൾ വളരെ ക്വിക്കായിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്നിട്ട് ബ്രൗസർ അതിനെ എന്ത് ചെയ്യും, അൺസിപ്പ് ചെയ്താണ് നമുക്ക് റെൻഡർ ചെയ്ത് തരിക. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ അസറ്റ് കംപ്രഷനെ പറ്റി പറയാം. ഇതൊരു ഫീച്ചറാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ്, ഒരു ഫീച്ചറാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം priyasoli.com 1 MB ഉള്ള സമയത്ത് ലോഡ് ചെയ്യാനായിട്ട് അതൊരു 8 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ബ്രൗസർ എടുത്തിട്ട് അതിനകത്ത് priyasoli.com എന്നടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് priyasoli.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആകാൻ വേണ്ടി 10 സെക്കൻഡാണ് ഇപ്പോഴെടുക്കുന്നതെങ്കിൽ, ടോട്ടൽ ഫയൽ സൈസ് 1 MB ആണ് വരുന്നതെങ്കിൽ, ഞാൻ GZIP കംപ്രഷൻ ഇനേബിൾ ചെയ്യുന്നത് വഴി പ്രിയയുടെ വെബ്സൈറ്റ് ചിലപ്പോൾ ഒരു 3 സെക്കൻഡ്സ് കൊണ്ടോ 2 സെക്കൻഡ്സ് കൊണ്ടോ ഓപ്പണായി കിട്ടാം. അങ്ങനെ യൂസറിനെ വളരെ ക്വിക്കായിട്ട് ഓപ്പണാക്കാൻ നമ്മുടെ വെബ് പേജിനെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിന് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം യൂസേഴ്സിന് നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ള ഒരു വിശ്വാസത കൂടാം, യൂസറിന് ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാം. അങ്ങനെ പല സംഗതികൾ അതിനകത്തുണ്ട്. പക്ഷേ ഇനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? GZIP എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ജനറലായിട്ട് മനസ്സിലാക്കിയ കാര്യം ആരെങ്കിലും ഒരാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഐശ്വര്യം ഉണ്ടോ അവിടെ? ഐശ്വര്യം ഒന്ന് പറഞ്ഞു നോക്കേ. ഇപ്പം ഞാൻ പറഞ്ഞ അസറ്റ് കംപ്രഷൻ എന്ന് പറയുന്ന സംഗതി ഒന്ന് പറഞ്ഞു നോക്കേ. പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഐശ്വര്യം ഉണ്ടോ? ഐശ്വര്യ പോയോ? നേരത്തെ ഐശ്വര്യം ഉണ്ടായിരുന്നിട്ട് സംസാരിച്ചൊക്കെ ചെയ്യാറുണ്ട്, പോയോ? ഓക്കെ, അപ്പോൾ പിന്നെ ആരാ പറയുക? ഗൗരി പറഞ്ഞു. ഓക്കെ, അസറ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞ സംഗതിയാണ്. ആദ്യം നമ്മൾ അസറ്റ് മിനിഫിക്കേഷനാണ് പഠിച്ചത്. നമ്മൾ വെബ് പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസൊക്കെ വളരെ മിനിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് യൂസറിന് കൊടുക്കാം, ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാം, ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഞാൻ അസറ്റ് മിനിഫിക്കേഷൻ്റെ ഏരിയക്കകത്ത് പറഞ്ഞത്. അസറ്റ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്നുള്ളതൊന്ന് പ്രിയ പറഞ്ഞു നോക്കി. അസറ്റ് കംപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോഡിംഗ് ടൈം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു 1 MB നമ്മുടെ ലോഡിംഗ് ടൈം, ഫോർ എക്സാമ്പിൾ എൻ്റെ വെബ്സൈറ്റിന് ലോഡിംഗ് ടൈം എടുക്കുന്നത് ഒരു 10 സെക്കൻഡ്സ് ആണെങ്കിൽ വിത്ത് 1 MB അസറ്റിന്റെ എക്വയർ ചെയ്യുന്ന സൈസിൽ അതിനെ നമ്മൾ ആ അസറ്റിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ യൂസിങ് ദ GZIP അങ്ങനെയാണെങ്കിൽ അതൊരു 400 KB വരെയൊക്കെ കംപ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു യൂസറിന് നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലും ഭയങ്കര ഷോർട്ട് ടൈമിൽ ലോഡ് ചെയ്ത് കിട്ടും. അതൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. ലോഡിംഗ് ടൈം കുറയുമ്പോൾ അവർക്ക് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് അസറ്റ് മിനിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് GZIPൻ്റെ കംപ്രസ് ചെയ്യാനുള്ള കോഡ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനകത്ത് തന്നെ GZIP കംപ്രഷൻ കോഡിന് വേണ്ടി സെർച്ച് ചെയ്യുക. GZIP കംപ്രഷൻ കോഡ് നമ്മൾ HTSS ഫയലിനകത്ത് ആഡ് ചെയ്യുന്ന കോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ GZIP കംപ്രഷൻ കോഡ് HTSS എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ കോഡിൻ്റെ സാമ്പിളുകൾ കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ഓരോ ആൾക്കാർ എഴുതിക്കുന്ന ആർട്ടിക്കിൾസാണ്. ഇതൊക്കെ പുറത്തുള്ള SEO ചെയ്യുന്ന കമ്പനികൾ, SEO ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ആർട്ടിക്കിൾസാണ്. ഈ ആർട്ടിക്കിളിനകത്ത് GZIP കംപ്രഷൻ എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന GZIP കംപ്രഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് അത് ആഡ് ചെയ്യാനുള്ള സാമ്പിൾ കോഡ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിൻ്റെ cPanel-നകത്ത് ലോഗിൻ ചെയ്ത് കയറി അതിനകത്ത് HTSS എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അതിനകത്ത് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ GZIP കംപ്രഷൻ്റെ കോഡ് ഈ ആർട്ടിക്കിളിനകത്ത് നിന്ന് കിട്ടുന്ന കോഡിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ വെബ്സൈറ്റിനകത്ത് GZIP കംപ്രഷൻ ഇനേബിൾ ആയാൽ നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യും, വളരെ ക്വിക്ക് ടൈം കൊണ്ട് തന്നെ ഓപ്പൺ ആയി കിട്ടും. ഇപ്പം നമ്മൾ SEO ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു കമ്പനിക്കാരനോ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൻ്റെ ഇഷ്യൂസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് GZIP കംപ്രഷൻ്റെ കോഡാണ്. ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്താൽ മതി. ഇതൊരു കണ്ടീഷനാണ് പറയുന്നത്. HTML, CSS, JavaScript അങ്ങനെയുള്ള ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം കംപ്രസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കോഡ്. ഇത്
നമ്മളിവിടെ ഉപയോഗിക്കാനുള്ള കോഡ് കോപ്പി ചെയ്തിട്ട് ഇതേപോലെ HTSS ഫയൽ ഓപ്പൺ ആക്കുകയാണ്. വെബ്സൈറ്റിനകത്ത് HTSS എന്നുള്ള ഫയൽ ഉണ്ടാകും. അത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് അസറ്റ് കംപ്രഷൻ ഇനേബിൾ ആകും. അപ്പോൾ ഒരു ആൾക്കാർ, ചില കമ്പനിയുടെ ഓണേഴ്സ് ആ വെബ്സൈറ്റിന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം വളരെ മോശപ്പെട്ടതാണ്. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. 11 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡൊക്കെ ലോഡിംഗ് ടൈമുള്ള ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് SEOയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല. യൂസേഴ്സൊക്കെ ക്ലിക്ക് ചെയ്താലും വെബ്സൈറ്റ് കൃത്യസമയത്തിന് ഓപ്പൺ ആവത്തില്ല. 15 സെക്കൻഡൊക്കെ അവർ വെയിറ്റ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പൊക്കളയും, വെബ്സൈറ്റ് ലീവ് ചെയ്തിട്ട് പൊക്കളയും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വെബ്സൈറ്റിനകത്ത് ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇഷ്യൂ അതിനകത്ത് ഉണ്ടാകും. ആരാ പറയുക ബൗൺസ് റേറ്റ് എന്താണെന്ന് പറഞ്ഞു നോക്കി. ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞ സംഭവമാണ് ബൗൺസ് റേറ്റ്. SEOയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബൗൺസ് റേറ്റ്. ആരാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ബൗൺസ് റേറ്റ്. സാൻഡ്ര റോയ് ഒന്ന് പറഞ്ഞു നോക്കി ബൗൺസ് റേറ്റ് എന്താണെന്ന്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് ബൗൺസ് റേറ്റ്. ബൗൺസ് റേറ്റ് പറയാമോ സാൻഡ്ര? ദിയ പറഞ്ഞു നോക്കിയേ. ദിയ വി ഡേവിഡ്, നിങ്ങളൊക്കെ ഞാൻ ചോദിച്ചത് ബൗൺസ് റേറ്റ് എന്താണ്. ബൗൺസ് റേറ്റ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. ബൗൺസ് റേറ്റ് നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദൈവമേ, പൊട്ട തെറ്റാണ്. നെറ്റ് ഇടക്ക് വെച്ച് പോയി. എന്തോന്ന്? എന്റെ നെറ്റ് ഇടക്ക് വെച്ച് പോയി. അതുകൊണ്ട് ഞാൻ ബൗൺസ് റേറ്റ് ഇന്ന് പഠിപ്പിച്ചതല്ല, വേറെ ദിവസം പഠിപ്പിച്ചതാണ്. ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിനകത്ത് എത്തുന്ന ആൾക്കാർ വെബ്സൈറ്റിനകത്ത് അധിക സമയം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് കണക്കാണ് ബൗൺസ് റേറ്റ്. ഉദാഹരണത്തിന് 100 ആൾക്കാർ വരുമ്പോൾ 80 ആൾക്കാരും വെബ്സൈറ്റിനകത്ത് അധിക സമയം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോയാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബൗൺസ് റേറ്റ് 80 ആണ്. 80% ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനകത്ത് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി കിട്ടത്തേ ഇല്ല. ബൗൺസ് റേറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് that visitors leaving that page or website within few seconds. ഒരു വെബ്സൈറ്റിനകത്ത് എത്തുന്ന ആൾക്കാരിൽ എത്ര ശതമാനം ആൾക്കാരാണോ ഇന്നർ പേജുകളിലേക്ക് പോവുകയോ എന്തെങ്കിലും ഇൻട്രാക്ഷൻ നടത്തുകയോ എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്തെങ്കിലും ആക്ടിവിറ്റി നടത്തുകയോ ഒരു 5-6 സെക്കൻഡെങ്കിലും സ്പെൻഡ് ചെയ്യുകയോ ചെയ്യാതെ ക്ലോസ് ചെയ്ത് പോകുന്ന നമ്പർ ഓഫ് ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഓഡിയൻസിൻ്റെ ആ പെർസെൻറ്റേജ് ആണ് ബൗൺസ് റേറ്റ് എന്ന് പറയുന്നത്. 100 visitors are coming to our website, out of 80 out of 100 that visitors are they are just leaving just after their visit without doing any interaction, without navigating to any inner pages. It is called as bounce rate. The 80% people or visitors are going within few seconds means the website is having high bounce rate. 80% of visitors leaving the website within seconds means 80 is the bounce rate plus 80% is the bounce rate of that website. That means that website is very less trustworthy. ആ വെബ്സൈറ്റിന് ഒട്ടും വിശ്വാസ്യതയില്ല. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനകത്ത് ആ വന്നിരിക്കുന്ന 100 പേരിൽ 80 പേർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു സംഗതി ആ വെബ്സൈറ്റിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഗൂഗിൾ കണക്കാക്കുക. ബൗൺസ് റേറ്റ് ഇപ്പോൾ പറഞ്ഞതല്ല, നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ സംഗതിയാണ്. ബൗൺസ് റേറ്റ് കൂടുന്തോറും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ്, വിശ്വാസ്യത കുറയും. ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബൗൺസ് റേറ്റ് കൂടി പോകാതെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് അസറ്റ് മിനിഫിക്കേഷൻ. അസറ്റ് മിനിഫിക്കേഷൻ എന്ന് പറയുമ്പം വി ക്യാൻ റെഡ്യൂസ് ദി സൈസ് ഓഫ് CSS, JavaScript images by avoiding the unwanted content, unwanted area of that page, that content area or that asset files. If we are keeping some unwanted script in CSS which are in commented version, which are not at all utilized for that website, we can remove it and reduce the size, the total size of that CSS. By reducing the total size of that CSS files and that JavaScript files or image files, we can improve the loading time. വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അസറ്റുകളുടെ സൈസ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് കുറയ്ക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ കുറയ്ക്കുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് യൂസേഴ്സിന് ലോഡായി കിട്ടും. ക്വിക്കായിട്ട് ലോഡാക്കി കിട്ടുന്നത് കാരണം വെബ്സൈറ്റ് വളരെ ഒരു ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ വിശ്വാസം നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി അസറ്റ് മിനിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പഠിച്ചത് അസറ്റ് കംപ്രഷനാണ്. അസറ്റ് കംപ്രഷൻ ഈസ് എ മെത്തേഡ് ടു ഇംപ്രൂവ് അവർ വെബ്സൈറ്റ്സ് ലോഡിംഗ് ടൈം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് അസറ്റ് കംപ്രഷൻ. When somebody is trying to open a website, they will be entering their website URL in browser. The browser will be sending a request to the server where the files of that website is kept. So once that file transfer request is received in the server side, that server will be transferring the files or the assets required to open that website in that particular browser. Then we can, by using the technology named gzip compression, we can send that zip version or compressed version of that asset files in order to get better loading time. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാനുള്ള ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് സെർവറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വെബ് പേജ് ഓപ്പൺ ആക്കാനുള്ള ഫയൽസിൻ്റെ കംപ്രസ് ചെയ്തുള്ള വെർഷൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ നമുക്ക് പറ്റും. അതാണ് അസറ്റ് കംപ്രഷനിൽ നമ്മൾ പഠിക്കുക. അതിനൊരു ഉദാഹരണമാണ് gzip കംപ്രഷൻ. gzip കംപ്രഷൻ്റെ കോഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ കോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ വെബ്സൈറ്റിൻ്റെ അകത്ത് HTSS ഫയലിനകത്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം വളരെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുവരെ 15-20 സെക്കൻഡ് ഉണ്ടായിരുന്ന ലോഡിംഗ് ടൈം ചിലപ്പോൾ നമുക്കൊരു 4 സെക്കൻഡ് 5 സെക്കൻഡിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ റെഡ്യൂസ് ചെയ്ത മെക്കാനിസം, സൈസ് റെഡ്യൂസ് ചെയ്ത് ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ നമ്മൾ ഉപയോഗിച്ച മെക്കാനിസമാണ് നമ്മൾ പഠിച്ച അസറ്റ് കംപ്രഷൻ. By utilizing the gzip or asset compression methods, we can reduce the loading time of a web page by sending or enabling a feature of sending assets or the asset components of a website after compressing. So the server will be sending the asset files after compressing or its zip version. So it will be quickly transferred to systems. So we can reduce the loading time. നമ്മൾ കംപ്രസ് ചെയ്യുന്നത് വഴി നമ്മൾ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താമെന്നുള്ളതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു യൂസേജ്. അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിന് നമ്മൾ എടുത്തേക്കുന്ന ഒരു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. അത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ ഇരിക്കാനും നമുക്കത് യൂസ്ഫുള്ളാണ്. ബൈ യൂട്ടിലൈസിങ് അസറ്റ് കംപ്രഷൻ, സിമിലർലി അസറ്റ് മിനിഫിക്കേഷൻ, വി ക്യാൻ കൺട്രോൾ ദി ബാൻഡ്വിഡ്ത്ത് ലിമിറ്റേഷൻസ് അലോട്ടഡ് ടു അവർ വെബ്സൈറ്റ്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്പേസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബാൻഡ്വിഡ്ത്ത് കോട്ടയുണ്ട്. നമുക്ക് അത്രയും ഡേറ്റയാണ് ആ കോട്ടയ്ക്കകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുക. ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പോൾ priyasolid.com എന്നുള്ള വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡിസൈനൊക്കെ റെഡിയായി കഴിഞ്ഞാൽ പ്രിയ ഡൊമൈൻ എടുത്തിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള സെർവർ സ്പേസ് എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ 1 GB സ്പേസോ 2 GB സ്പേസോ ഒക്കെ ആയിരിക്കും പ്രിയ ഹോസ്റ്റിംഗ് സ്പേസ് ആയിട്ട് എടുക്കുക. ആ ഹോസ്റ്റിംഗ് സ്പേസിലേക്ക് പ്രിയയുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഡൊമൈനുമായിട്ട് നെയിം സെർവർ വഴി ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ priyasolid.com എന്നുള്ള വെബ്സൈറ്റ് ലൈവ് ആകുന്നുള്ളൂ. നോർമലി പ്രിയ എടുക്കുന്ന ഹോസ്റ്റിംഗ് സ്പേസിന് പ്രിയ ഒരു പാക്കേജ് എടുക്കുന്നുണ്ടാവും. 1 GB ഇത്ര രൂപ വെച്ചോ 2 GB ഇത്ര രൂപ വെച്ചായിരിക്കും പാക്കേജ് എടുക്കുക. അങ്ങനെ 1 GB സ്പേസ് എടുക്കുമ്പോൾ പ്രിയയ്ക്ക് ബാൻഡ്വിഡ്ത്തിൻ്റെ ഒരു കോട്ട ആ ഹോസ്റ്റിംഗ് കമ്പനി കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് 10 GB ആയിരിക്കും. എന്താണ് ഈ ബാൻഡ്വിഡ്ത്ത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, priyasolid.com എന്നുള്ള വെബ്സൈറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ പല സമയത്ത് ഓപ്പൺ ആക്കുമ്പോൾ എത്ര ഫയൽസ് വരെ, എത്ര സൈസിലുള്ള ഫയൽസ് വരെ ആ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് പ്രിയയുടെ ബാൻഡ്വിഡ്ത്ത് കോട്ട 10 GB ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം 10, 100 അല്ലെങ്കിൽ ഒരു 2000 വിസിറ്റ് 5000 വിസിറ്റൊക്കെ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വിസിറ്റിന് ഇത്ര MB വഴി ഇത്ര MB ഫയൽസ്, ഉദാഹരണത്തിന് 1 MB ഉള്ളപ്പോൾ പ്രിയയുടെ ഒരു വിസിറ്റ് കിട്ടുമ്പോൾ പ്രിയയ്ക്ക് 1 MBയുടെ ബാൻഡ്വിഡ്ത്ത് ചിലവാകുന്നു. അതായത് പ്രിയയുടെ വെബ്സൈറ്റിൻ്റെ കമ്പോണൻസിനെ ഫയൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വഴി ഒരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫയൽസിനെ സെൻഡ് ചെയ്യുമ്പോൾ 1 MB ആണ് പ്രിയയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ബാൻഡ്വിഡ്ത്ത് എങ്കിൽ, അങ്ങനെ 100 പേര് priya.com ഓപ്പൺ ആക്കുമ്പോൾ 100 MB സ്പെൻഡ് ആവുന്നുണ്ടാവും. അങ്ങനെ
അങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച് എത്ര വിസിറ്റ് കിട്ടുമ്പോഴാണോ പ്രിയയുടെ 10 GB സ്പേസ് തീരുന്നത്, അത്രയും 10 GB വരെയുള്ള ബാൻഡ് വിഡ്ത്ത് കോട്ട കഴിയുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവത്തില്ല. ആൾക്കാർ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എക്സീഡഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. ബാൻഡ് വിഡ്ത്ത് എക്സീഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ മന്ത്ലി ഉള്ള വിസിറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് അതിൻ്റെ കോട്ട കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ കംപ്രഷനും അല്ലെങ്കിൽ അസറ്റ് മിനിഫിക്കേഷൻ പോലെയുള്ള മെക്കാനിസം ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ പറ്റുന്ന, നമുക്ക് പ്രയോജനകരമാകുന്നത് പോലെ തന്നെ, ഒരു ബെറ്റർ എക്സ്പീരിയൻസ് യൂസറിന് കൊടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്യാതെ, പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ നമുക്ക് ലിമിറ്റ് ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് പ്രിയയുടെ വെബ്സൈറ്റ് ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കുമ്പോൾ 1 MB വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അസറ്റ് മിനിഫിക്കേഷൻ ചെയ്തു അല്ലെങ്കിൽ അസറ്റ് കംപ്രഷൻ ചെയ്തിട്ട് നമുക്കതിനെ ഒരു 400 ആക്കാൻ പറ്റി, അല്ലെങ്കിൽ 500 ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, 500 KB ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനകരമാകും, നമുക്ക് ആ ബാൻഡ് വിഡ്ത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സാധാരണ 1 MB ഉള്ളപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വിസിറ്റ് കിട്ടിയാലും ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോകാതെ നിലനിർത്താൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രിയ, മനസ്സിലായോ? യെസ് സർ, ഒരു ഡൗട്ട്. അപ്പൊ എല്ലാ വെബ്സൈറ്റിലും ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ലേ? എല്ലാ വെബ്സൈറ്റിനും ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. കാരണം അവരെടുക്കുന്ന ഒരു കോട്ട ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുക്കാം. ഇത് ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള ഒരു കോട്ടയാണ് ഇപ്പോൾ സെൻറ് തെരേസ കോളേജിന് വേണ്ടി എടുത്തേക്കണേ. കാരണം കോളേജിൻ്റെ അഡ്മിഷൻ സമയം, അങ്ങനെയുള്ള സമയം, റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ ടൈം, ആ സമയത്തൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് ഉണ്ടാകാറില്ലേ. അപ്പോൾ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ, ചില ദിവസങ്ങളിൽ 7000 8000 ആൾക്കാരൊക്കെ ഒരേ മണിക്കൂറിലൊക്കെ വരുന്ന സമയം ഉണ്ടാകും കോളേജിൻ്റെ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറഞ്ഞാണെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ബാൻഡ് വിഡ്ത്തിൻ്റെ കോട്ട കുറവാണെങ്കിൽ വെബ്സൈറ്റ് മിക്ക സമയത്തും കിട്ടത്തില്ല. ഇപ്പം നമുക്ക് വെബ്സൈറ്റ് റൺ ചെയ്യണത് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സെർവറിലാണ്. ഒരു സെപ്പറേറ്റ് സെർവർ അതിന് വേണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് റൺ ചെയ്യണം. അതുകൊണ്ട് വിസിറ്റൊക്കെ കൂടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ അപ്പം പ്രിയ ചോദിച്ചത് ഓരോ വെബ്സൈറ്റിന് ഇതുപോലെ കോട്ട ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ എടുക്കുന്ന ഓരോ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് പാക്കേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് വളരെ കുറഞ്ഞ പാക്കേജാണ് നമ്മൾ ഹോസ്റ്റിംഗ് പാക്കേജായിട്ട് എടുത്തേക്കുന്നത് വെച്ചാൽ, ഉദാഹരണത്തിന് 250 MBയുടെ ഒരു പാക്കേജാണ് എടുത്തേക്കുന്നത്. നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് 1 GB ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനകത്ത് ഒരു മാസം ഒരു 25,000 30,000 വിസിറ്റൊക്കെ ചിലപ്പോൾ കിട്ടും. ആ വെബ്സൈറ്റിൻ്റെ സൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. വെബ്സൈറ്റ് ഓരോ പ്രാവശ്യം ഓപ്പൺ ആക്കുമ്പോൾ ഭയങ്കര സൈസ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പം 600 700 ഒരു 6000 7000 വിസിറ്റ് കിട്ടുമ്പോൾ തന്നെ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന കോട്ട മാത്രമല്ല, നമ്മുടെ വെബ് പേജിൻ്റെ സൈസ് ഒരുപാട് കൂടെ ആവണമെങ്കിൽ ബാൻഡ് വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാം. അപ്പോൾ അവിടെ നമ്മൾ അസറ്റ് കംപ്രഷനോ അസറ്റ് മിനിഫിക്കേഷനോ ഒക്കെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ 10,000 വിസിറ്റ് കിട്ടുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 20,000 വിസിറ്റ് വരെ കിട്ടിയാലും ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്യാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെടി കിട്ടിയോ? സർ, അത് മനസ്സിലായി. വേറൊരു ഡൗട്ട്. ഓക്കെ സർ, ഇപ്പോ ആമസോൺ പോലത്തെ ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ അല്ലേ, അപ്പോ അതിനകത്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു തവണ കേറി, എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും കേറുമ്പോ ലൈക് സെയിം ഇമെയിൽ ID യൂസ് ചെയ്തായാലും കേറുമ്പോ പിന്നെയും ബാൻഡ് വിഡ്ത്ത് കൺസ്യൂം ചെയ്യുന്നുണ്ടോ ഞാൻ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന അസറ്റ് ബ്രൗസർ ക്യാച്ച്, അസറ്റ് ക്യാച്ച് എന്ന് പറയുന്നൊരു സംഗതി പഠിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മുൻകൂർ ക്വസ്റ്റ്യനാണ് പ്രിയ ചോദിച്ചത്. പ്രിയയ്ക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, എന്തായാലും ഞാനത് പറയാം. സാധാരണ പ്രിയ ഒരു വെബ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ പ്രിയയുടെ കമ്പ്യൂട്ടറിനകത്ത് ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് കുറേ ഫയൽസ് ക്യാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും. പിന്നെ വീണ്ടും അതേ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പം ആ സ്കാച്ചായി കിടക്കുന്ന ഫയൽസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കാം. എന്നാലും കുറച്ച് ഫയൽസ് എന്ത് ചെയ്യുന്നുണ്ടാവും, സെർവറിൽ നിന്ന് എടുക്കുന്നുണ്ടാവും. അതിൻ്റെ ഇതുണ്ടാവും. ഉദാഹരണത്തിന് priyasoli.com എന്നുള്ള വെബ്സൈറ്റ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് 1 MB സ്പേസ് എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു 60% ഫയൽസും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് സേവായി കിടക്കുന്നു വെച്ചോ. സേവായി കിടക്കും. ഇനി ക്യാച്ച് ക്ലിയർ ചെയ്യുന്നവരെ അതവിടെ തന്നെ കിടക്കുന്നു വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് 1 MB ആയി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും priyasoli.com ഓപ്പൺ ആയപ്പോൾ 60% ഫയൽസും എൻ്റെ ക്യാച്ചിൽ നിന്നും ബാക്കി 40% ഫയൽസ് സെർവറിൽ നിന്നും എടുക്കുമ്പോഴത്തേക്ക് അത്രയും സ്പേസ്, ആ 1 MB സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇത് ഓൾറെഡി ക്യാച്ച് ചെയ്ത് കിടക്കുന്ന കാരണം അത്രയും സ്പേസ് കൺസ്യൂം ചെയ്യണ്ടാവില്ല, പക്ഷെ എന്നാലും ബാക്കിയുള്ളത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഡൗട്ട്സ് തോന്നാം. പ്രിയ മെഡിക്കൽ കോച്ചാണ്. എന്തായാലും നമുക്ക് ഒരു 10-25 ഇപ്പോൾ 20ഓളം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിനകത്ത് പ്രിയയ്ക്ക്
കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പിന്നെ ആരും മിണ്ടത്തില്ല. ഞാൻ സാൻഡ്രേനെ നേരത്തെ വിളിച്ചു, മിണ്ടിയില്ല. ഐശ്വര്യ നേരത്തെ ഉണ്ടായിരുന്നു, കാണാനേ ഇല്ല. ഇപ്പം ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരാൾ വന്നു. ഏഞ്ചൽ എന്നാണ് പേര്. ഹലോ ഏഞ്ചല കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏഞ്ചല ഗിബ്സൺ അങ്ങനെയാണോ പറയുന്ന പേര്? ഹലോ, കേൾക്കാമോ ഏഞ്ചല? തുടക്കത്തിലെ മ്യൂട്ടാണോ? ഏഞ്ചല കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏഞ്ചല, ഇനി പേരെങ്ങനെയല്ലേ പറയാ? പ്രിയ, ഈ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, അറിയില്ല. ഇതിനു മുമ്പ് എപ്പോഴും ഞാൻ അറ്റൻഡൻസ് എടുക്കുമ്പോഴത്തേക്ക് വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് എത്രാമത്തെ ഏഞ്ചല കേൾക്കാമോ? പ്രിയ, ഈ ഏഞ്ചല എന്നല്ല ഇതിനെ പറയുക, പേര് പ്രൊനൗൺസ് ചെയ്യുക. ഇനി വേറെന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ ഉണ്ടോ ഇതിന്? ഇനി പ്രിയ ഒന്നും ഉണ്ടത്തില്ലേ? എന്താ സർ? സോറി, ഇവിടെ ഒരു ഈ ലിസ്റ്റിനകത്ത് ഏഞ്ചല ഗിൻസൺ എന്ന് പറഞ്ഞ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കൊച്ചിന്റെ പേര് വായിച്ചു നോക്കി. ഏഞ്ചല എന്നല്ലേ? അതെ അതെ, ഏഞ്ചല ജിൻസൺ. ഏഞ്ചല ഒന്ന് മിണ്ടാമോ? ഏഞ്ചല മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഹലോ പറയാമോ? പറയില്ലേ? ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പ്രാവശ്യം ഏഞ്ചലിനെ ഞാൻ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് വിളിച്ചപ്പോഴത്തേക്കൊന്നും ഏഞ്ചല ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഭൂരിഭാഗം ദിവസങ്ങളിൽ ഏഞ്ചല പോയ ദൈവമേ. ഇല്ലല്ലോ. ഏഞ്ചല ഗിൻസൺ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമോ? എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ അസറ്റ് മിനിഫിക്കേഷനും അസറ്റ് കംപ്രഷനും ആണ് പഠിച്ചത്. അതിനൊപ്പം തന്നെ അസറ്റ് കംപ്രഷനും മിനിഫിക്കേഷനും ചെയ്യുന്നത് വഴി നമ്മൾ വെബ് പേജ് വളരെ ക്വിക്കായിട്ട് ലോഡാകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാതെ സഹായകമാകുമെന്ന് ചോദിച്ചു. നമ്മൾ പ്രിയ ചോദിച്ച ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈറ്റൽ ഇൻഫർമേഷൻ കൂടെ അവിടെ തരാം. ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകൾ സാധാരണ അവരുടെ വെബ്സൈറ്റിൻ്റെ സെർവർ സ്പേസ് മാത്രമല്ല ഉപയോഗിക്കുക. അവർക്ക് CDN എന്ന് പറയുന്ന മെക്കാനിസം കൂടെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വലിയ വലിയ ഷോപ്പിംഗ് സൈറ്റുകൾ, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇവരൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് CDN എന്ന് പറയുന്ന മെക്കാനിസം. എഴുതി വെച്ചോളൂ. CDN സ്റ്റാൻഡ്സ് ഫോർ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ഒക്കെ സേവ് ചെയ്ത് കിടക്കുന്ന അവരുടെ സെർവറിനകത്തായിരിക്കും. അതുപോലെ തന്നെ CDN എന്ന് പറയുന്ന സെപ്പറേറ്റ് മെക്കാനിസം അവർ ഉപയോഗിച്ചുകൊണ്ട് അവർ വെബ്സൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്ക കമ്പോണൻസ്, ഉദാഹരണത്തിന് അവർ ഓരോ പ്രോഡക്റ്റ്, ആമസോണിൻ്റെയൊക്കെ പ്രോഡക്റ്റ് പേജിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ പ്രോഡക്റ്റിനെ പറ്റി 4-5 ഇമേജസ് ഉണ്ടാകും, ചിലപ്പോൾ 2-3 വീഡിയോ ഉണ്ടാകും. അങ്ങനെ തന്നെ ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകളുടെ ഇമേജസും വീഡിയോസും ഉള്ളത് കൊണ്ട് ഇത് കൃത്യസമയത്തിന് വിസിറ്റേഴ്സിൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് CDN അഥവാ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അവരുടെ സെർവറിനെ ബാധിക്കാതെ തന്നെ ആൾക്കാർ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ്, നമ്മൾ ഒരു ഫ്രണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ അത് ഓപ്പൺ ആകുന്നത് എല്ലാം CDN നിന്നാണ് ഓപ്പൺ ആവുക. അപ്പം പ്രിയ ചോദിച്ച ഡൗട്ട് ഇതല്ല. ആമസോൺ പോലെയുള്ള കമ്പനികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓപ്പൺ ആക്കുമ്പോഴും ഈ ബാൻഡ് വിഡ്ത്ത് അവരുടെ ബാൻഡ് വിഡ്ത്ത് കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ഒന്നാമത്തെ കേസ്. പിന്നെ അവർക്ക് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇതെല്ലാം കൂടാഞ്ഞിട്ട് അവരെന്തോ ഉപയോഗിക്കുന്നുണ്ട്? CDNകൾ ഉപയോഗിക്കുന്നുണ്ട്. CDN എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നാണ് ഫുൾ ഫോം. നമ്മുടെ വെബ് പേജ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകളെല്ലാം, യൂട്യൂബ് പോലെയുള്ള സംഗതികളെല്ലാം CDNകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് നേരെ അവരുടെ സെർവറിൽ തന്നെ ആയിരിക്കില്ല സേവ് ആവുക, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കിനകത്തായിരിക്കും സേവ് ആവുക. എന്നിട്ട് അവിടെ നിന്നായിരിക്കും അത് റെൻഡർ തരിക. അപ്പോൾ അവരുടെ സെർവറിനെ ബാധിക്കാതെ തന്നെ നമുക്ക് വെബ് പേജുകൾ വളരെ കൃത്യമായിട്ട് ഓപ്പണായി കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പേ ഇതിനെപ്പറ്റി ഒരു ചർച്ച നമ്മൾ പ്രൈമറി അതിൻ്റെ തിയറി ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. CDNകൾ ഉപയോഗിക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോലെയുള്ള വെബ്സൈറ്റൊക്കെ വളരെ ക്വിക്കായിട്ട് ലോഡാകുന്നതിന് യൂസ്ഫുൾ ആകുന്നത് CDN ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നമ്മൾ അസറ്റ് മിനിഫിക്കേഷനും കംപ്രഷനുമാണ്. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസറ്റിൻ്റെ ലിവറേജ് ബ്രൗസർ അസറ്റ് ക്യാച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. നേരത്തെ പ്രിയ ചോദിച്ച ഡൗട്ട്
പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ് പേജ് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന സംഗതിയാണ് അസറ്റ് മിനിഫിക്കേഷൻ. നമ്മൾ അസറ്റ് മിനിഫിക്കേഷൻ, അസറ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞത് അടുത്ത് പഠിക്കുന്ന സംഗതിയാണ് അസറ്റ് ക്യാച്ചബിലിറ്റി. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത്, അതായത് കോളേജിലെ വെബ്സൈറ്റിനകത്ത് അസറ്റ് ക്യാച്ചബിലിറ്റി പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അസറ്റ് കംപ്രഷൻ കുറച്ചുകൂടെ മെക്കാനിസം ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫുള്ള് മിനിഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അസറ്റ് ക്യാച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇപ്പം പ്രിയ നേരത്തെ ചോദിച്ചില്ല ഡൗട്ട്, ഒരു വെബ് പേജ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ആ വെബ് പേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ സൈസ് വീണ്ടും ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ആ വെബ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞതാണ്, ആ വെബ് പേജിൻ്റെ അസറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ക്യാച്ച് ആയിട്ട് ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് നമ്മൾ ഫയൽസ് ആയിട്ട് സേവ് ചെയ്ത് കിടക്കണം. നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റും. ഉദാഹരണത്തിന്, പ്രിയ ഒരു ദിവസം രാവിലെ PSC സൈറ്റ് എടുത്തു. ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് PSC ഉള്ള ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനോ ഫ്രണ്ടോ റിലേറ്റീവ്സോ പറഞ്ഞിട്ടാണ് പ്രിയ രാവിലെ PSC വെബ്സൈറ്റ് എടുത്തു. പ്രിയ PSC സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രായമായോ എന്നറിയത്തില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് PSC വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പോൾ നമ്മൾ PSC വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രിയ ആദ്യം PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് ഇത് ഓപ്പൺ ആയത്. നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആദ്യമായിട്ട് PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു 20-25 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആയത്. അന്നേരം നമ്മൾ ആവശ്യമുള്ളത് കൊണ്ട്, നമുക്ക് PSC സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് അത് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്തു. എന്നാൽ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയയ്ക്ക് പെട്ടെന്ന് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പോൾ വീണ്ടും പ്രിയ PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. രണ്ടാമത്തെ പ്രാവശ്യം, അതായത് വൈകുന്നേരം ഓപ്പൺ ആക്കിയപ്പോൾ നേരത്തെ രാവിലെ എടുത്തതുപോലെ അത്ര സമയം എടുത്തില്ല. ഒരു 8 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ടൊക്കെ ഓപ്പണായി. നോർമലി അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ പ്രിയ വെബ്സൈറ്റ് PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇമേജസ്, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, CSS, ഇങ്ങനെ കുറേ അസറ്റുകൾ പ്രിയയുടെ കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡർ എന്ന് പറയുന്ന ടെമ്പററി ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ടായിരുന്നു, ക്യാച്ച് ആയിട്ടുണ്ടായിരുന്നു. ഈ വൈകുന്നേരം ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം, അന്ന് രാവിലെ ഓപ്പണായ വെബ് പേജിൻ്റെ ഭൂരിഭാഗം കമ്പോണൻസും, മെജോറിറ്റി ഓഫ് കമ്പോണൻസും ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് നിന്ന് ഓപ്പണായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, വെബ് പേജ് വളരെ ക്വിക്കായിട്ട് ലോഡായി കിട്ടും. ഇനി ഇവിടെ അസറ്റ് കംപ്രഷൻ അസറ്റ് ക്യാച്ചബിലിറ്റി നമുക്ക് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെ വെബ്സൈറ്റിനകത്ത് നമുക്കുണ്ട്. നമ്മളെ HTSS ഫയലിനകത്ത് പോയി നമ്മളൊരു പ്രത്യേക കോഡ് ആഡ് ചെയ്യുന്നത് വഴി നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അധികം മോഡിഫിക്കേഷൻ, വളരെ ക്വിക്കായിട്ട് മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ലാത്ത ഫയലുകളെ ഒരു നീണ്ട കാലയളവിലും ഇടയ്ക്കിടയ്ക്ക് മോഡിഫൈ ചെയ്യേണ്ട ഫയലുകളെ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് അതിൻ്റെ എക്സ്പയറി ടൈം ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ വെബ് പേജ് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ആക്കുമ്പോൾ ആ വെബ് പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കമ്പോണൻസും നമ്മളെ കമ്പ്യൂട്ടറിനകത്തുള്ള ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് സേവ് ചെയ്യപ്പെടുന്നുണ്ടാകും. അതേ വെബ് പേജ് തന്നെ വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ ആ വെബ് പേജ് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓപ്പൺ ആകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് എന്ത് ഫീച്ചർ കൊണ്ടാണ്? അസറ്റ് ക്യാച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വെബ് പേജ് ആദ്യം ഓപ്പൺ ആക്കിയപ്പോൾ അത് ലോഡായ ഒരുപാട് ഫയൽസ്, അതിൻ്റെ കമ്പോണൻറ്റ് ഫയൽസ് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ്, CSS, ഇമേജൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ടാകും. പിന്നീട് ഒരിക്കൽ കൂടെ ആ വെബ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഫയൽസൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് കിടക്കുന്ന ഫയൽസ് അങ്ങനെ തന്നെ അവിടെ നിന്ന് ലോഡാവുന്നത് കാരണം നമുക്ക് ആദ്യം ഓപ്പൺ ആക്കാൻ വേണ്ടി എടുത്ത സമയത്തിൻ്റെ പകുതി പോലും സമയം രണ്ടാമത് ഓപ്പൺ ആക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെയാണ് അവിടെ സംഭവിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു സെക്കൻഡ് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീവിസിറ്റ് ചെയ്യുന്ന ഒരു വിസിറ്ററിന് നമ്മുടെ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് ലോഡാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഇതിൻ്റെ എക്സ്പയറി ടൈം, ക്യാച്ചിനകത്ത് എത്ര നേരം നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ്, കമ്പോണൻസ്, CSS, ജാവാസ്ക്രിപ്റ്റ് ഫയലൊക്കെ എത്ര സമയം വരെ കിടക്കണം, എത്ര ദിവസം വരെ കിടക്കണം, എത്ര മണിക്കൂർ വരെ കിടക്കണം, അല്ലെങ്കിൽ എത്ര നാൾ വരെ കിടക്കണം എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോഡ് രൂപത്തിൽ കൺട്രോൾ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയെയാണ് അല്ലെങ്കിൽ ഇതിനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസറ്റ് ക്യാച്ചബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത് അയാൾ ഓപ്പൺ ആക്കുമ്പോൾ അത് വളരെ ക്വിക്കായിട്ട് ഓപ്പണായി അയാൾക്കൊരു സഹായമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഗുഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് എത്ര നേരം വരെ ആ യൂസറിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ക്യാച്ചിൽ കിടക്കണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറിനെയാണ് അസറ്റ് ക്യാച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടും കോഡുണ്ട്. ഗൂഗിളിനകത്ത് തന്നെ അസറ്റ് കംപ്രഷൻ അസറ്റ് ക്യാച്ചബിലിറ്റി കോഡെന്നോ ലിവറേജ് ബ്രൗസർ ക്യാച്ചെന്നോ ഒക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടും. ഞാൻ അതിൻ്റെ കോഡ് എടുക്കുന്നത് ഗൂഗിളിലൊന്ന് കാണിച്ചു തരാം. ലിവറേജ് ബ്രൗസർ ക്യാച്ച് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിവറേജ് ബ്രൗസർ ക്യാച്ചിനെ പറ്റി എഴുതിക്കുന്ന നല്ല ആർട്ടിക്കിൾസൊക്കെ എഴുതിക്കുന്ന വെബ്സൈറ്റുകളുണ്ടാകും. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വെബ് പേജ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇനേബിൾ ചെയ്യാനുള്ള കോഡ് നമുക്ക് എടുക്കാൻ പറ്റും. ആ കോഡ് നമ്മൾ വെബ് പേജിനകത്ത് cPanel-നകത്ത് ലോഗിൻ ചെയ്ത് കയറി HTSS ഫയലിനകത്ത് പോയി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കവിടെ അതിൻ്റെ സാമ്പിൾ കോഡ് കിട്ടുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവും. ആ കോഡ് നമുക്ക് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിപ്പം നേരത്തെ എടുത്ത സൈറ്റ് തന്നെയാണ്. ഇതിനകത്ത് ലിവറേജ് ബ്രൗസർ ക്യാച്ച് ഇനേബിൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന്, ലിവറേജ് ബ്രൗസർ ക്യാച്ച് എന്താണെന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് കോഡ് കാണാൻ പറ്റും. ആ കോഡ് നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് cPanel-നകത്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ഇതാണ് അതിൻ്റെ ഒരു കോഡ്. ഇതിവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന കോഡാണ്. ശരിക്കും ഈ കോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു കണ്ടീഷനാണ്, ഇഫ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ഈ കണ്ടീഷനകത്ത് പറയുന്നുണ്ട് എക്സ്പയേഴ്സ് ബൈ ടൈപ്പ്. കണ്ടോ, ഇമേജ് JPG പോലെയുള്ള ഫയൽസ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന ഒരു യൂസറിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ആ വെബ് പേജിൽ ഉപയോഗിക്കുന്ന ഇമേജ് JPG ഉള്ള ഫയൽസ് ഒരു വർഷം വരെ എക്സ്പയർ ആവാതെ കിടക്കണമെന്നാണ് ഇവിടെ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത്. പിന്നെ ഇമേജ് JPG തന്നെ വീണ്ടും അവിടെ പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഇമേജ് ഗിഫ് പറയുന്നുണ്ട്. JPGയും JPEG എന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ചില വെബ് പേജുകളിൽ .jpg എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടാവും, ചില വെബ് പേജുകളിൽ JPEG എന്ന എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം JPEG JPG ഈ രണ്ടായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമേജുകളൊക്കെ ഗിഫ് കിടപ്പുണ്ട്, പിന്നെന്താ ജിഫ് കിടപ്പുണ്ട്, പിന്നെ PNG കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമേജ് ഫയൽസാണ്. അപ്പോൾ ഇമേജുകളെല്ലാം ഒരു വർഷം വരെ എക്സ്പയർ ആവാതെ കിടക്കാനുള്ള ഒരു അനുമതിയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇതുപോലെ ഒരു കോഡ് priyasolid.com എന്നുള്ള വെബ്സൈറ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം priyasolid.com ഓപ്പൺ ആക്കുന്ന ഒരു കമ്പ്യൂട്ടറിനകത്ത് ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള JPG, ജിഫ്, PNG പോലെയുള്ള ഫയൽസൊക്കെ എന്ത് ചെയ്യും? ആ കമ്പ്യൂട്ടറിനകത്ത് ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് ഒരു വർഷം വരെ ഡിലേറ്റ് ആവാതെ സേവായി കിടക്കും. നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം അവിടെ പോയി ക്യാച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ, ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ് കളഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. അതുവരെ അത് അവിടെ തന്നെ കിടക്കും. എന്നിട്ട് താഴെ കൊടുത്തേക്കണം നോക്കിയാൽ CSS ടെക്സ്റ്റ് CSS ഫയൽസൊക്കെ ഒരു മാസത്തേക്കാണ് കൊടുത്തേക്കണത്. പിന്നെ PDF ഫയലൊക്കെ ഒരു മാസത്തേക്ക്. ഇപ്പോൾ പ്രിയാസോളിയുടെ വെബ്സൈറ്റിനകത്ത് PDF ഫയൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് PDF ഫയലൊക്കെ എക്സ്പയർ ആവാതെ അത് ഓപ്പൺ ആക്കിയ കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് ഡിലേറ്റ് ആവാതെ ഒരു മാസം വരെ കിടക്കാനുള്ള ഒരു കണക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് 1 മന്ത് കൊടുത്തിട്ടുണ്ട്. ഷോക്ക് വേവ് ഫയൽസ് 1 മന്ത് വരെ കൊടുത്തിട്ടുണ്ട്. ഷോക്ക് വേവ് ഫയൽസ് ഇപ്പം പലതരത്തിലുള്ള ഫയൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഷോക്ക് വേവ് ഫയൽസ്, മാക്രോ മീഡിയ ഫ്ലാഷ് ഫയൽസ് ഒന്നും ഇപ്പം നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പം ഇനി വർക്കാവത്തില്ല. ബാക്കിയുള്ള ഇമേജ് ഐക്കോൺ ഫയൽസൊക്കെ 1 ഇയർ വരെ കിടപ്പുണ്ട്. പിന്നെ ബൈ ഡിഫോൾട്ട് ബാക്കിയെല്ലാം 2 days ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഗതിയെല്ലാം 2 days ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ഫയൽസൊക്കെ ഓരോ മാസവും ഒരു വർഷമോ കിടക്കും. ബാക്കിയുള്ള ഫയൽസൊക്കെ 2 days അത് എക്സ്പയർ ആവും. ഒരു ഉദാഹരണത്തിന് ഇവിടെ HTML ഫയലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു HTML ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ priyasolid.com എന്ന വെബ്സൈറ്റിനകത്ത് ഒരു HTML ഫയൽ ആ യൂസർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 days വരെ ആ ഫയലിൻ്റെ കമ്പോണൻസ് ആ കമ്പ്യൂട്ടറിനകത്ത് ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് കിടക്കും. കൃത്യം 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ആ HTML ഫയൽ ഡിലേറ്റ് ആയി പോകും. പ്രിയ, മനസ്സിലായോ? യെസ് സർ. സർ ഒരു കാര്യം ചോദിച്ചോളൂ. സർ, ഒരു വെബ്സൈറ്റ് ഓണർ എന്ന നിലയ്ക്ക് ഏറ്റവും എക്സ്റ്റെൻഡഡ് എക്സ്പയറി അല്ലേ നമുക്ക് ഗുണകരം? എക്സ്റ്റെൻഡഡ് എക്സ്പയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കൊടുക്കണം എന്നുള്ള, അതായത് ഒരു വർഷത്തിന് പകരം കൂടുതൽ നീട്ടി കൊടുക്കണതല്ലേ നല്ലത്? ഓക്കെ, നല്ല ഡൗട്ട്. ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രിയയ്ക്ക് എങ്ങനെയാണ് ഇത് എക്സ്റ്റൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എത്ര എക്സ്പയറി ടൈം കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പ്രിയയുടെ ക്വസ്റ്റ്യൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് റെഗുലറായിട്ട് ചേഞ്ച് വരുത്തേണ്ടാത്ത ഫയൽസിനെ ഒരു വർഷം വരെയൊക്കെ കൂടുതൽ കൊടുക്കാം, കുഴപ്പമില്ല. 2 വർഷമൊന്നും കൊടുക്കണം, 1 വർഷം കൊടുക്കാം. അതായത് റെഗുലറായിട്ട് ചേഞ്ച് വരുത്തേണ്ടാത്ത ഫയൽസ്.
പിടികിട്ടിയല്ലോ. ഉദാഹരണത്തിന് ഓക്കെ. priya.com-നകത്ത് പ്രിയ ഉപയോഗിക്കുന്ന ലോഗോ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമേ വരുന്നുണ്ടാവില്ല തന്നെയല്ലോ. ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഒരു വർഷത്തോളമൊക്കെ എക്സ്പയർ ആവാതെ കിടക്കും. അത് അങ്ങനെ കൊടുക്കുന്നത് നല്ലത്. എന്നാൽ പ്രിയ റെഗുലറായിട്ട് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഫയൽസ് ചിലപ്പം ഉദാഹരണത്തിന് പ്രിയയുടെ വെബ്സൈറ്റിനകത്ത് പ്രിയയുടെ ഒരു വീഡിയോയുടെ എംബഡ് ഫോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് അതിനെ എംബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. ആ തമ്പനയിലിനകത്ത് വീഡിയോ ഓരോ 2-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുന്തോറും പ്രിയയുടെ വീഡിയോയുടെ വ്യൂസ് കൂടുന്നതനുസരിച്ച് തമ്പനയിൽ ഇപ്പം ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പം 1K വ്യൂ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടു, തമ്പനയിൽ ഇട്ടു. എന്നാൽ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് പ്രിയയ്ക്ക് 2K വ്യൂസ് കിട്ടിയപ്പോഴത്തേക്ക് തമ്പനയിൽ മാറ്റി പ്രിയ വേറൊരു ഇമേജ് ഇട്ടു. ഓക്കെ, അങ്ങനെ റെഗുലറായിട്ട് ചേഞ്ച് വരുന്ന രീതിയിൽ ഓരോ ആഴ്ചയും പ്രിയ ആ വീഡിയോയുടെ ബുക്ക് മാർക്ക് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആ വീഡിയോ എംബഡ് ചെയ്തേക്കുന്ന പേജിനകത്തുള്ള ഇമേജ് പ്രിയ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും അതിന് കിട്ടിക്കുന്ന അപ്ഡേറ്റഡ് വ്യൂസ് കാണിച്ചിട്ടുള്ള ഇമേജാണ് പ്രിയ ഇടുന്നത്. പിടിയിട്ടോ? എന്നാൽ ആ ടൈപ്പ് ഫയലിന് ഉദാഹരണത്തിന് JPG ഫയലാണ് താൻ കൊടുക്കുന്നത്. JPG ഫയലിന് 1 വർഷം വരെ എക്സ്പയർ ആവാതെ കിടക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തേക്കണമെന്ന് വെച്ചോ. അപ്പം പ്രിയയുടെ വെബ്സൈറ്റിനെ ഞാൻ ഇന്ന് ഓപ്പൺ ആക്കിയപ്പോൾ പ്രിയയുടെ വെബ്സൈറ്റിനകത്ത് ആ വീഡിയോയ്ക്ക് 1K വ്യൂ ആണ് കാണിച്ചിരിക്കണേ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ അടുത്ത ആഴ്ച ആയപ്പോൾ പ്രിയയുടെ വെബ്സൈറ്റിൻ്റെ ആ വീഡിയോയുടെ തമ്പനയിൽ പ്രിയ മാറ്റി എത്രയാക്കി 2Kയുടെ ഒരു ഇമേജ് ഇട്ടു. പക്ഷേ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് കൊടുത്തേക്കുന്ന നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്തു? എൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് ഇമേജ് 1 വർഷം വരെ സേവായി കിടക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തേക്കണേ. അപ്പോൾ പ്രിയ 2K എന്നുള്ള ഇമേജ് മാറ്റിയാലും എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ? 1Kയുടെ ഇമേജ് കാണാൻ പറ്റത്തുള്ളൂ. അത് എവിടെ നിന്ന് ഓപ്പൺ ആകും? എൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്തുനിന്ന്. ക്ലിയർ ആയോ? അങ്ങനെ ഒരു ഡിഫക്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അത് മാക്സിമം എക്സ്പയർ ആവാതെ കിടക്കണതല്ലേ കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല. കാരണം നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇടയ്ക്ക് CSSനകത്ത് മാറ്റം വരുത്തേണ്ടത് വരുമോ, 1 വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടി വരുമോ, ഇമേജ് മാറ്റേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ഇമേജുകൾ ചിലപ്പോൾ ഒരാഴ്ചയിൽ കൂടുമ്പോൾ മാറ്റേണ്ടി വരും. CSS ഫയലൊക്കെ എന്ത് പോയാലും 1 വർഷം 1 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ ചില എഡിഷൻസൊക്കെ വരുത്തണമെന്ന് വെച്ചോ. അപ്പോൾ അതിനനുസരിച്ച് അതിൽ മാറ്റം ഒരു യൂസറിന് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മൾ മാറ്റം വരുത്തുന്നതനുസരിച്ചുള്ള ഒരു ഡ്യൂറേഷൻ എക്സ്പയറി ടൈം കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പം പ്രിയയുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ ഇത് ആൻസർ പറഞ്ഞുതരാം. നമ്മളുടെ അസറ്റ് ക്യാച്ചബിലിറ്റി ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നേക്കാവുന്ന ഒരു ഡിഫക്റ്റ് ഇതാണ്. ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഈ ബ്ലോഗ് പോസ്റ്റിനകത്ത് ഞാൻ ഒരു നല്ല ഇമേജൊക്കെ ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അയച്ചു തന്നു. നിങ്ങളെല്ലാവരും ഈ ആർട്ടിക്കിൾ വായിക്കൂ, നിങ്ങൾക്ക് അഭിപ്രായം പറയൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ അയച്ചു തന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എല്ലാം പല ആൾക്കാരും എടുത്തു. ചില ആൾക്കാർ വായിച്ചു, ചില ആൾക്കാർ അങ്ങനെ വായിച്ചിരിക്കുന്ന സമയത്ത് പ്രിയ വായിക്കുന്ന സമയത്ത് ആ ആർട്ടിക്കിളിനകത്ത് ഞാൻ കൊടുത്തേക്കുന്ന തമ്പനെയിലിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടെത്തി. സ്വാഭാവികമായിട്ടും ഞാൻ ആഡ് ചെയ്യുന്ന മിക്ക സംഭവത്തിനകത്തും മിസ്റ്റേക്ക് വരാറുണ്ട്. ഞാൻ വയസ്സായതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ നിങ്ങളെ കോളേജിൻ്റെ ഒരു വിമൻസ് ഡേ പ്രോഗ്രാം വരാൻ പോകുന്നുണ്ടല്ലോ. വിമൻസ് ഡേ പ്രോഗ്രാം വരാൻ പോകുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെയോ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. എല്ലാവരെയും അറ്റൻഡ് ചെയ്യണമെന്നാണ് അതിനകത്ത് എഴുതിക്കുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിനകത്ത് പബ്ലിഷ് ചെയ്തായിരുന്നു. നിങ്ങളെ കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ കോളേജിൻ്റെ ഫേസ്ബുക്കിനകത്തും പബ്ലിഷ് ചെയ്തായിരുന്നു. യൂട്യൂബിനകത്തൊരു വീഡിയോ പബ്ലിഷ് ചെയ്തായിരുന്നു. ആരെങ്കിലും കണ്ടോന്ന് അറിയത്തില്ല, കാണാൻ ചാൻസ് ഇല്ല. അത് കൂടെ മൊത്തം ഇന്നലെ രാത്രി പബ്ലിഷ് ചെയ്ത സാധനത്തിന് ഇന്ന് രാവിലെ 33 വ്യൂസേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ വ്യൂ ആണ്. അതിനെപ്പറ്റി ക്ലബ് FM-നകത്ത് ഒരു വീഡിയോ വന്നു. ആ വീഡിയോ നിങ്ങളുടെ ചെയർപേഴ്സൺ ആരാ? വർഷയല്ലേ പേര്? ചെയർമാൻ്റെ പേരെന്താ? പ്രിയ നിരഞ്ജന. അത് ചെയർമാൻ, വൈസ് ചെയർമാനാണ് വർഷ അല്ലേ? ചെയർമാനെ അറിയാം സാറേ, വൈസ് ചെയർമാനെ അറിയത്തില്ല. ഓക്കെ, വർഷമാണെന്ന് തോന്നുന്നു. ഇന്നലെ എനിക്ക് അയച്ചു തന്നു. ആ കരാട്ടക്കാരി വർഷയല്ലേ? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടെ നിങ്ങളെ വൈസ് ചെയർമാനെ? പോട്ടെ, നിരഞ്ജനയാണ് ചെയർമാൻ. ഞാൻ ഇന്നലെ നിരഞ്ജനെ പറ്റി ചോദിച്ചായിരുന്നു വർഷയെടുത്ത്. ഓക്കെ, തിരിച്ചുതരാം. അപ്പോൾ വർഷ എനിക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസിനകത്ത് ക്ലബ് FM എന്നുള്ളതിന് പകരം റെഡ് FM എന്നാണ് ആരോ കണ്ടന്റ് എഴുതിയപ്പോഴത്തേക്ക് അയച്ചു പോയത്. ഞാൻ ഈ റെഡ് FM ആണോ ക്ലബ് FM എന്നാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു? അന്നേരം തന്നെ ഞാനൊരു വീഡിയോയ്ക്കകത്തൊരു തമ്പനയിൽ കൊടുത്തതിനകത്ത് ക്ലബ് FM-ന് പകരം റെഡ് FM എന്ന് എഴുതി.
അന്നേരം എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ നിങ്ങളെ വൈസ് ചെയർമാന് വർഷയ്ക്ക് അയച്ചു കൊടുത്തു. വർഷ കണ്ടപാടെ പറഞ്ഞു, അയ്യോ ചേട്ടാ ഇത് തെറ്റിപ്പോയി, ഇത് ക്ലബ് FM ആണ്, റെഡ് FM അല്ല പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതെവിടെ നിന്ന് എനിക്ക് പിന്നെ റെഡ് FM കിട്ടിയത്, എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. അന്നേരം ഞാൻ കണ്ടൻറ്റ് നോക്കിയപ്പോഴത്തേക്ക് അവർ അയച്ചു തന്ന കണ്ടൻറ്റിനകത്ത് ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ മിസ്റ്റേക്ക് ഒരുപാട് പറ്റാറുണ്ട്. അന്നേരം ഇതുപോലെ ഞാനൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ ആർട്ടിക്കിൾ എൻ്റെ സ്റ്റുഡൻസ് നിങ്ങൾക്കെല്ലാം അയച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു അഭിപ്രായം പറയണം. അപ്പോൾ പ്രിയ കണ്ടിട്ട് പറഞ്ഞു, സാറേ ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് മാറ്റണം സാർ, ഒന്ന് മാറ്റാമോ സാറേ, മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കിട്ടിയ പാടെ പ്രിയ എടുത്ത് പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പം തന്നെ മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇമേജിനെ എഡിറ്റ് ചെയ്ത് പുതിയ അതിൻ്റെ മിസ്റ്റേക്ക് ഇല്ലാത്ത വെർഷൻ അപ്ലോഡ് ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രിയ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ അത് മാറ്റിയില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിയല്ലോ. അയ്യോ, പ്രിയ പറയാണ്, അയ്യോ സാറേ മാറിയിട്ടില്ല, സ്റ്റിൽ ആ മിസ്റ്റേക്കുള്ള ഇമേജ് ആണല്ലോ ഇവിടെ കാണിക്കുന്നത്. പ്രിയക്ക് സംഗതി പിടി കിട്ടിയോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എൻ്റെ ഓൾറെഡി ക്യാച്ച് ചെയ്ത് കിടന്നത് കറക്റ്റ്. ആൾറെഡി പ്രിയ ആദ്യം നമ്മൾ പേജ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ പ്രിയയുടെ കമ്പ്യൂട്ടറിനകത്ത് എന്തായി, ആ ഇമേജ് ക്യാച്ചായി. ആ ഇമേജിൻ്റെ എക്സ്പയറി ടൈം ഞാൻ എന്താ കൊടുത്തേക്കുന്നത്, 1 വീക്കോ അല്ലെങ്കിൽ 1 മന്തോ അല്ലെങ്കിൽ 1 ഇയർ ഒക്കെയാണ് കൊടുത്തേക്കണമെങ്കിൽ ഞാൻ അന്ന് ഉച്ചയ്ക്ക് പ്രിയയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇമേജ് മാറ്റിയെങ്കിലും ആൾറെഡി വിസിറ്റ് ചെയ്ത പ്രിയയുടെ വെബ്സൈറ്റ് കമ്പ്യൂട്ടറിനകത്ത് ക്യാച്ച് നിന്നത് എടുക്കുമ്പോൾ എന്തേ എടുക്കത്തുള്ളൂ, പഴയ ഫയൽ എടുക്കും. അപ്പം എന്തെത്തില്ല, പഴയ ഫയലിനകത്ത് മോഡിഫൈഡ് അല്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മിസ്റ്റേക്ക് മാറ്റിയിട്ടില്ല. പിടിയിട്ടോ? ഇങ്ങനെ ഒരു ഡിഫക്റ്റും കൂടെ അസറ്റ് ക്യാച്ചബിലിറ്റി ഉപയോഗിക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഒരു ലോങ് ടേം നമ്മൾ എക്സ്പയർ ആവാതെ കിടക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. പക്ഷേ നമുക്ക് അവിടെ പഠിച്ചു വയ്ക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന പ്രയോജനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഞാൻ ഉത്തരം മുട്ടിപ്പോകും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് എൻ്റെ ആൻസർ. നമ്മളെ വെബ് പേജിനകത്ത് നിരന്തരം ചേഞ്ച് വരുത്തേണ്ടാത്ത ഫയൽസിനെ നിരന്തരം ചേഞ്ച് വരുത്തേണ്ടാത്ത ഫയൽസ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ചേഞ്ച് ഇല്ലാത്ത, കുറേ നാളത്തേക്ക് ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്ത ഫയൽസിനെ ഒരു ലോങ് എക്സ്പയറി ടൈമും, റെഗുലറായിട്ട് ചേഞ്ച് വരുന്ന ടൈപ്പ് ഓഫ് ഫയൽസിനെ ഒരു ഡൈനാമിക് ഫയലുണ്ട്, ഡൈനാമിക് ജാവ സ്ക്രിപ്റ്റ് ഫയലുണ്ട്, അത് 15 മിനിറ്റ് അരമണിക്കൂർ അടുപ്പിച്ച് അത് ഇതാകും, അപ്ഡേറ്റ് ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പയറി ടൈം എത്ര കൊടുത്താൽ മതി, 15 മിനിറ്റ് എന്നോ അരമണിക്കൂറെന്നോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 മണിക്കൂറെന്നോ കൊടുത്താൽ മതി. പ്രിയ മനസ്സിലായോ? യെസ് സർ. അല്ലെങ്കിൽ ഞാൻ മാനുവലി ടെമ്പററി ഇന്റർനെറ്റ് ഫോൾഡർ ഇറേസ് ചെയ്താൽ മാത്രമേ എനിക്ക് അന്നേരം ഞാൻ പ്രിയ എൻ്റെ അടുത്ത് പറയാണ്, സാറേ ഇവിടെ മാറിയിട്ടില്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, മാറിയിട്ടില്ല. അപ്പം ഞാൻ പ്രിയ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്തു, തൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള ക്യാച്ച്, ബ്രൗസറിനകത്തുള്ള ക്യാച്ച് ക്ലിയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ പ്രിയ ക്യാച്ച് ക്ലിയർ ചെയ്താൽ ഉറപ്പായിട്ടും പിന്നെ റീലോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന എവിടെ നിന്നായിരിക്കും, സെർവർ എന്നുള്ള ഫയലായിരിക്കും ലോഡ് ആവുക. ക്ലിയർ? ഓക്കെ. ഇവിടെ ഞാൻ അധ്യാപകനും പ്രിയ സ്റ്റുഡൻറ്റുമായിട്ട് 2 പേരും മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ. സഫ അല്ലെങ്കിൽ ഒരു സൗണ്ട് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. സഫ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും വന്നില്ലേ സഫ? ഇല്ല സർ, എന്റെ കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ കട്ട് ചെയ്തേന്ന്. 2 months ആയി കാലൊടിഞ്ഞിട്ട്. അയ്യോ, എന്ത് പറ്റി, എങ്ങനെ ഒടിഞ്ഞു? ഇവിടെന്ന് ചാടിയതാ. എവിടെന്ന് ചാടി? വീട്ടിൽ നിന്ന് പെട്ടെന്ന് പേടിച്ച് ചാടി. അപ്പൊ കാലിന് ആങ്കിളിന്റെ അവിടെ ഫ്രാക്ചർ ആയി. 2 months പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട്, അപ്പം ക്ലാസ്സിൽ കയറാനും പറ്റുണ്ടായിരുന്നില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, എന്തിനു ചാടി? പേടിച്ചിട്ടാ? പെട്ടെന്ന് പേടിച്ചു. എവിടെന്ന് ചാടി? ഇല്ല, ഹോളിൽ നിന്ന് തന്നെ 2 സ്റ്റെപ്പ് വെച്ചതാണ്. അപ്പൊ ആങ്കിൾ തെറ്റിപ്പോയി. നമ്മളിപ്പം സഫ ആയതുകൊണ്ട് ഞാൻ വേറെ തമാശ ഒന്നും പറഞ്ഞില്ല. വല്ല ചെക്കന്മാരായിരുന്നെങ്കിൽ നീ എവിടെ മതിലാടാൻ പോയെന്ന് ചോദിച്ചാനെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിയായി? ഓക്കെ ആയി. എനിക്ക് NCCയുടെ മീറ്റിംഗ് ഉണ്ട് 12 മണിക്ക്. പ്രിയേ? യെസ് സർ. താൻ NCC കാഡറ്റ് ഒക്കെ ആണോ? അതെ. NCC കാഡറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാഡറ്റ് ആവണം. നല്ലവണ്ണം പരേഡൊക്കെ പഠിച്ചിട്ട് വല്ല RDക്കോ പ്രീ RDയിലെങ്കിലും അത്യാവശ്യത്തിന് റിപ്പബ്ലിക് ഡേ പരേഡിനെങ്കിലും പോകണം. എന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തും NCC കാഡറ്റ് ആണെന്ന്. ഓക്കെ, പോകണമെങ്കിൽ പൊയ്ക്കോ പ്രിയ. ആ കൂടെ പ്രിയ മാത്രമാണ് പഠിക്കുന്ന ആളുണ്ടായിരുന്നത്. പൊയ്ക്കോ, ഞാൻ സഫയെ പിടിച്ചോളാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, നമ്മൾ ഇനി സഫ പറഞ്ഞോളൂ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ 3-4 ദിവസത്തെ ക്ലാസ്സിലേക്ക്, കഴിഞ്ഞ 1 മാസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല മര്യാദക്ക്. അപ്പം അതൊന്ന് എനിക്ക് റിവൈസ് ചെയ്ത്
പറഞ്ഞുതരാമോ? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടേ ഒരു ഉച്ചയ്ക്കുള്ള സമയം. എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയം നിങ്ങൾ സാർ ഫ്രീ ആണെങ്കിൽ സഭ മാത്രമാക്കണ്ട, ക്ലാസ് മിസ്സായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്ക്, അവരെ കൂടെ വിളിച്ചോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് കുറച്ച് പേരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവരുണ്ടാവും. അവരെയും കൂടെ കൂട്ടിക്കോ, വരാത്തവർക്കോ ക്ലാസ് മിസ്സായ ആൾക്കാരെ കൂട്ടിക്കോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി സംഭവത്തിലേക്ക് വരാം. വെബ്സൈറ്റ് അനാലിസിസ് ക്ലാസ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ സഭ, ഞാൻ ഏതെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് കുറച്ചെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാനും ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് നിങ്ങൾ 2-3 പേരെ കൂടെ കൂട്ടി ഒരാൾക്കൊക്കെ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭയങ്കര പാടാണ്. 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. കാവ്യയുടെ ഫാദറിന് സുഖമായോ? കാവ്യ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ടോ? വീട്ടിൽ വന്നോ? ഓക്കെ, അപ്പൊ കാവ്യക്ക് 2-3 ദിവസത്തെ 2-3 ക്ലാസ്സുകൾ പോയിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ഈ സഭയായിട്ട് കൂട്ടുപിടിച്ച് നിങ്ങൾ ക്ലാസ് മിസ്സായ ആൾക്കാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളായിരിക്കും എനിക്ക് ഫ്രീ ആയിട്ടുണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാം ബുധനാഴ്ച 3 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ മിസ്സായ ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുത്ത് തരാം, പ്രശ്നമൊന്നുമില്ല, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ അസറ്റ് മിനിഫിക്കേഷൻ, അസറ്റ് കംപ്രഷൻ, അസറ്റ് ക്യാച്ചബിലിറ്റി, 3 അസറ്റ് സംഗതികളാണ് പഠിച്ചത്. നെറ്റ് പോയി. ഹലോ കേൾക്കാം. അത് ഇടയ്ക്ക് എൻ്റെ നെറ്റ് പോയതാണ്, ഞാൻ ലോഗൗട്ടായി പോയി. ഓക്കെ, തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസറ്റ് ക്യാച്ചബിലിറ്റി, അസറ്റ് കംപ്രഷൻ, അസറ്റ് മിനിഫിക്കേഷൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ബാക്കി സംഭവത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഊറാങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് അനാലിസിസിനകത്ത് ഉപയോഗിക്കുന്ന ടൂളിനകത്ത് ഊറാങ്കിൻ്റെ ബാക്കി ഏരിയക്കകത്തോട്ടാണ് പോകുന്നത്. നമുക്ക് ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം. പെർഫോമൻസ് എന്നുള്ള ഏരിയക്കകത്താണ് നിൽക്കുന്നത്. ഇനി നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന കുറേ ടെക്നോളജീസിൻ്റെ സംഗതികളാണ്. വെബ്സൈറ്റിൻ്റെ സെർവറിൻ്റെ അപ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്രീ വേർഷൻ, ഇതിപ്പോൾ ഊറാങ്കിൻ്റെ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല. പെയ്ഡ് വേർഷൻ എടുത്ത് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നു. നമ്മൾ കോളേജിൻ്റെ IP അഡ്രസ്സ് ഇതാണ്. പറഞ്ഞോ, എന്താ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പ്രസൻറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇടയ്ക്ക് പോയത് അതെ, ഈ നെറ്റ് കട്ടായതുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണാൻ പറ്റുന്ന നോക്കിയേ. കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്തിരിക്കുന്നത് കാണാമോ? ഓക്കെ, ഇപ്പം ഞാൻ ഊറാങ്കിൻ്റെ ടൂൾ ലോഡാവുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഇപ്പോൾ ലോഡായിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു വന്നത് അസറ്റ് കംപ്രഷൻ, അസറ്റ് മിനിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു. ടെക്നോളജീസ് എന്നുള്ള ഏരിയക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. സാധാരണ നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. ഒരു വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ബെസ്റ്റ് ടെക്നോളജീസ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനകത്ത് ആഡ് ചെയ്യാൻ ഇത് ഉപയോഗപ്രദമാണ്. സെർവറിൻ്റെ അപ് ടൈം നമുക്കിവിടെ ഫ്രീ വെർഷനായിട്ട് ഊറാങ്കിൻ്റെ ഫ്രീ വെർഷനാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാൻ പറ്റില്ല. അവരുടെ പെയ്ഡ് വെർഷൻ എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെർവർ അപ് ടൈം നോക്കാൻ പറ്റുന്ന വേറെ ടൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്താം. പിന്നെ IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് 5436 എന്നൊക്കെ പറഞ്ഞ ഈ IP അഡ്രസ്സാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസിനകത്ത് അപ്പാച്ചി സെർവറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. chart.js എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഗൂഗിൾ അനലിറ്റിക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സഭ പറഞ്ഞു നോക്കിയേ. ഗൂഗിൾ അനലിറ്റിക്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ബ്ലോഗിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞോ. നമ്മുടെ എത്ര ടൈം ആൾക്കാർ നോക്കുന്നുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന യൂസേഴ്സ് എത്ര പേര് വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെയാണ് വിസിറ്റേഴ്സ് വരുന്നത്, എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് യൂസേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ തരുന്ന ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് അല്ലേ? ഓക്കെ, ഗൂഗിൾ ടാഗ് മാനേജർ അങ്ങനെ തന്നെ ഒരു ടൂൾ തന്നെയാണ്. ഗൂഗിളിൻ്റെയൊക്കെ കോഡുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡുകളോ അല്ലെങ്കിൽ ട്രാക്കിംഗ് കോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സാണ് ടാഗ് മാനേജർ. അതിവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ GSAP എന്ന് പറയുന്ന
ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജേക്വറി നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ജേക്വറിയുടെ മൈഗ്രേറ്റ് എന്നുള്ള ഒരു വേർഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജീസാണ്. ഇത് നമുക്ക് SEOയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ ചില സംഗതികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പാച്ചി സെർവർ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ട്വിറ്ററിൻ്റെ ഇമോജി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മോഡേണൈസർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലും കാര്യങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന CMS ഇവിടെ പറയുന്നുണ്ട്. വേർഡ്പ്രസ്സിലാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. യോസ്റ്റ് പ്ലഗിൻ SEOയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതൊക്കെ ടെക്നോളജി വൈസിൽ അറിയുന്നതാണ്. ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതിന് പച്ച മാർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് വെബ്സൈറ്റിനകത്ത് വരുന്ന വിസിറ്റേഴ്സും ഡീറ്റെയിൽസും വിസിറ്റേഴ്സ് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പറ്റുമെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ പച്ച മാർക്ക്. ഇനി ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ ഫാൽഗുനി എവിടെ ഉണ്ടോ? ഈ ഫാൽഗുനി ഇസ് ദെയർ? ബാൽഗുനി നഹി. ബാൽഗുനി. ഹലോ ബാൽഗുനി. ബാൽഗുനി ബട്ടൺ. Yes, okay. Balcony, I will explain all things in English. Okay. Actually, asset minification is a process to improve our loading speed. We can reduce the size of, we can remove the unwanted areas of that assets like CSS, JavaScript, by which we can modify the loading time of our website or improve our loading time of our website. That will give a good experience for our users, so it will be useful for SEO also. Secondly, we learned about asset compression. It's a mechanism to compress our web pages or the components used for our web pages by using that resources like or technology like a gzip compression mechanism. We can reduce the loading time of a web page by including a gzip compression code in our HTSS file. We can improve the loading time, like the files needed for a user will be reduced or compressed before transferring to their computers. So it will enable the loading or improve the loading time. So it will give a good response to the user. It will be beneficial for user, or that user will be satisfied with that visiting that website because it will be loading very quickly. So asset catchability is a mechanism by which we can decide the expiry time of a assets or the images used or CSS used for a web page. The expiry time of an asset means we can reduce the expiry time if the components are regularly changing. If you used to change the image files regularly, we can provide a short expiry time for that particular image type. Like if you are using JPG files, you can reduce the expiry time of that files in your computer temporary internet folder cache by adding a code in your website's HTSS file. So it will be giving a good experience for users, particularly a visitor or regular visitor or revisitor. So in asset catchability, you are utilizing a mechanism which will give a positive or useful response from user, so that a user is regularly visiting or revisiting your web page. The web page will be quickly loading, utilizing the files or components stored in your temporary internet folder. When a web page is opened in first time in a computer, the most of the components of that page, for example images, JavaScript files, CSS files, will be saved in a folder named temporary internet folder. So if that user is opening that website second time, that saved or cached images or components will be utilized for opening that web page. So the web pages will be opening in a short time. So it will be giving a good experience for that user. We can
customize the expiry time of that components, like we can customize the expiry time of our image type files, or type of image files we used in our web pages. We can customize the expiry time of that CSS file we used in our web pages. We can customize the every asset files, so that but we have to customize the timing or the expiry time according to the modification, or the you have to use a high expiry time for files which is not at all modifying regularly. If you the change frequency or the modification frequency of a page is, or a file is very rare. If you rarely modify a file, like images are reduced modified very very rarely, we can give expiry time like 1 year or 2 year. But if you are using a particular files which will be modifying regularly, we have to keep the expiry time in a short span, with a short span. Balcony. Yes, sir. Okay. If you have any doubt, Yeah. I forgot about you. That's why. No, no, it's okay. 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 Actually, you came back to Kerala, or still you are in your state? No, sir, I came back to Kerala. Okay, right. Okay, moving to after that catchability, asset catchability, we learned about the technologies we used in our web pages. Technologies by when you conduct an website analysis, or if you analyze a website, the technologies mostly we have to keep the updated technologies, or updated technology, or latest technologies. It will be useful for a website. Like the server uptime is not we are not able to know from this the free version. We know that this is the IP address of our website. By copying or opening the IP address, the IP address will be redirecting to the college websites. That is the one thing, it's important thing for us. It will be redirecting to our web page or the college website. Likewise, we can know each and every technologies, like if we use Google Analytics, it means that the website is regularly checking its traffic details, the visitors location, visitors demography, everything we are checking through Google Analytics. So the Google Analytics is installed, means it will be giving a green signal here, like a green tick is there. So here are the technologies we used in our website. Website is maintained in WordPress. Website uses the Yoast SEO plugin. We use Twitter emoji, Google Tag Manager. These are things are connected with marketing. So Apache is the server used in this website, Apache server. Mainly the website built in WordPress use Apache server. It's a type of server we use for maintaining this website. Google Analytics is used. So JavaScript, Chart, jQuery, Migrate, etc. are the technologies we used in this website. Likewise, we have mentioned the website document type is HTML5. So make sure that the website use the latest HTML technologies. That is the thing here. So encoding is given in UTF-8. What is meant by encoding? It's connected with the website development. Actually, if we use UTF-8 encoding system or meta tag in our website, if we use some special characters within your content, the browser can simply know that this is the symbols like question mark, exclamation mark, @ the hashtag, etc., or percentage, ampersand, every that special characters can be rendered easily by that browser. And if you do not use the UTF-8 encoding meta tag in your web page, that means the special characters given in your content area cannot be rendered by that browser. So there will be confusion. So if you do not use the meta tag connected with UTF-8 encoding, and if you use some special characters like a comma, full stop, inverted comma, brackets, etc., it will be opened in the browsers like that in an awkward situation. It will not be shown in a properly. So that is the issue. So encoding is given in UTF-8 encoding. That means your
special characters given in entire content of the web page will be simply that rendered by, it can be easily rendered by that web crawlers, easily crawled by web crawlers, easily rendered by the browsers. That all things are connected with the encoding. It is purely connected with the development. Here we use a UTF-8 encoding. That's why we got a green tick. Then it's about branding. In branding area, we got that website has a domain name with 7 characters, Teresa's. So it is if it should be a simple thing. If you buy a domain, if it is very simple, it can be very easily remembered by your audience. Otherwise, it will be making some confusions. So if you get a domain name with a short term, it will be very easy for your marketing. Your branding will be very easily done with that short term. But unfortunately, it is not at all possible to get a short term domain name. If you try to look a website like falguni.com, it will not be available, because it may be booked by from other fellows or some other bands or etc. So like moving to the second area, favicon. It's a logo representation of our website. Like it's a icon connected with our logo or our brand. It shows our branding. So this is our favicon. It is similar to our website's logo. It's a miniature form of our logo. So it is very important to use a favicon as part of your branding, so that Google can represent your website using that logo. It will be used by Google when your page is listed in Google, especially in mobile search result. It will not be shown in that laptop snippets or any computer snippets. But if you search in Google using mobile devices, definitely you can see the favicon. So it is a part of your branding system. So ലേയ ജെറി ഇപ്പോഴാണ് പറഞ്ഞത്. ലേയ എന്താ താമസിച്ചത്? കോളേജിലോട്ട് പോണായിരുന്നു. അതാ എവിടെ പോണായിരുന്നു? കേട്ടില്ല. കോളേജിൽ പോണായിരുന്നു. കോളേജിൽ പോയാ? അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ വേറെ സ്റ്റുഡൻസ് ഉണ്ട്. ആണോ? കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ക്ലാസ് അറ്റൻഡ് ചെയ്യണം? വണ്ടിയിലാണോ? അതെ. ഓക്കെ കുഴപ്പമില്ല. നമ്മൾ വെബ്സൈറ്റ് അനാലിസിസിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം വെബ്സൈറ്റ് അനാലിസിസിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവാറായി. ഓക്കെ, എന്ത് കാര്യത്തിനാ കോളേജിൽ പോണേ? വർക്ക്ഷോപ്പ് ഉണ്ട് കോളേജിൽ, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ പോകും. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണോ? അല്ല. ഓക്കെ, നേരത്തെ പ്രിയ അങ്ങനെ എന്തോ ഒരു സംഗതിയെ പറ്റി പറഞ്ഞായിരുന്നു. പ്രിയ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജീസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ടെക്നോളജീസാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെ ബ്രാൻഡ് നെയിം വളരെ ഷോർട്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഫേവ് ഐക്കോൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ മിനിയേച്ചർ ഫോം ഓഫ് അവർ ലോഗോയുടെയൊക്കെ മിനിയേച്ചർ ഫോം സ്ക്വയർ സൈസിൽ നമ്മൾ യൂസ് ചെയ്താണ് നമ്മൾ ഫേവ് ഐക്കോൺ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് നമ്മൾ മൊബൈലിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ സെർച്ച് റിസൾട്ട് കാണിക്കുന്ന സ്നിപ്പറ്റിനകത്ത് എന്തുകൂടെ കാണിക്കും? ഫേവ് ഐക്കോൺ കൂടെ കാണിക്കും. ഫേവ് ഐക്കോൺ കൂടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് ഗുഡ് മാർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പച്ചയായിട്ടില്ല, അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകും. കസ്റ്റം 404 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റ് യുവർ വെബ്സൈറ്റ് ഹാസ് എ കസ്റ്റം 404 എറർ പേജ്. എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിനകത്ത് ബ്രോക്കൺ ലിങ്ക്സ് ഒക്കെ വരുമ്പോൾ, നമ്മളെ വെബ്സൈറ്റിൻ്റെ ബ്രോക്കൺ ലിങ്ക്സ് അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഏതെങ്കിലും ലിങ്ക്സ് ക്ലിക്ക് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഷോസ് എ സിഗ്നൽ ലൈക്ക് 404 നോട്ട് ഫൗണ്ട്, സിംപ്ലി മോസ്റ്റ് ഓഫ് ദി വിസിറ്റേഴ്സ് വിൽ ബി ലീവിങ് ദാറ്റ് പേജ്. They will be closing the page, so it will be a loss for our website. We are losing the visitors quickly by providing a 404 page to that users. But if you use a custom 404 page, like what is custom 404 means, the entire design will be, or the custom 404 page will be a representation or similar representation of our web page. It will be having the menu like we use in the regular pages. There will be lot of links to our web pages. So if somebody click on a broken link and reaching the custom 404 page, still that user can be retained in that page. That means it is very important for that response
code of 404 with the custom 404. It will be giving a positive energy for our web pages. That means if you are keeping a custom 404 page and if our website is having any of the errors or like broken links or any not found pages available in your pages, if somebody is clicking on a link and it shows a response like not found, normally people will just leave that page, closing the not found page. But if you provide if you can provide a customized for node page, that means it will be similar page like your web page. It will be having the similar menu. So still there is menu and all things are there. So that visitors will not be leaving your web page quickly. They may lead to again they may be entered into any other pages which is given in your that menu and all. So here I am opening your website like teresa.asc.in/ I am typing Leia. Okay, so there is no page named Leia, so it will be showing a customized for node page. This is the not found page showing in your web page. You see, this is error page, but a visitor getting a error page like a blank page means he may leave that page very quickly. But if you are providing a for node page like a custom page which is having a menu and all, still that user can retain in your web page. That is the importance of custom for node page. So for here in our college website we have customized for node page. That is a good advantage for our website SEO. So still if you have a broken link to our web page, if any of the links given in our web page is not opening, that visitor or that person can still retain in our web page by using that any of the menu available in the custom for node page. That is the another factor. So moving to domain details. So your website registration, it was created 18 years ago. So the website is having a high trust value. Website with 18 years of time or age means it is very important for getting more trust value. So for last 18 years the website is there means it could have maintained or got many trust value from different websites. It could have get many trustworthy recommendation links from many websites. That's important. So it got a green tick here. So domain availability, it shows like theresas.com is available. Expires 2 years ago. That website was there but expires 2 years ago. This means theresas.com is still available to register. So if you are keeping a brand name and protecting your brand name, it is important to book like website like similar to our website. Somebody wish to visit this Theresa's college website, they may try to open like theresas.com. That is possible. So they may be going to another website which is not belong to Theresa's college. There is some branding difficulty issues are there. So these are things are given here to register now button is there. Maybe this tool may be getting any that commission from the registering parties. That they may be affiliated with the registrars or registering websites. Typo availability means there are similar type of domains are available. These also they are showing like register now button. They may be getting any perks from that registering company. That's the things the tools is providing the links with this. So if you are keeping a big brand or building a big brand, it is important that you can book as much as domains which are similar to your domain. So you are starting a company named Amazon. If you keep or book each and every version of Amazon.com, Amazon.in, Amazon.co.uk, Amazon.com.au, every domain types are booked means you have completely booked the entire type of domains connected to your domain or the brand. That means nobody can buy it or simply make a website similar to you or make a website similar to your domain name, your brand name. So you can protect your brand name. That is the thing there. So
moving to off-page backlinks. Website is backlink scores, it shows that fair. That means St. Teresa's College website has got many backlinks, the links pointing from other websites. It shows the backlink counter like 862 links. The website got 862 links from different websites. It is a good signal for our website, because the links are very important for our ranking. If we are getting lot of links from high quality or high reputed website, those all links will be counted as a recommendation words for our website. So backlink counter states that our college website got 862 links. That is good mark for our website. So 862 websites are recommending St. Teresa College. That is the thing that when Google go through the backlink counter or the backlinks, Google will be considering these all recommendation for ranking your website higher positions. That's the thing. So referring domains number is 161 domains are recommending that our college website. That's all things about backlinks. Quality. The tool says that you have to upgrade their that analysis tool may be paid. So by upgrading we can know the quality grade of our website. That's not important for us. So traffic estimation, they state that our website gets medium traffic. Traffic ranking of our website is, we already know about Alexa traffic ranking. This is the Alexa traffic ranking. It shows that website got a 5,54,352 is our global traffic ranking. Means globally, when arranging a website according to its number of visits, number of interactions, St. Teresa College website is coming at the position of 5,54,353rd position in the globally. But in India, its ranking is 53,487th position. അപ്പോൾ ഇത് നമ്മൾ ഗ്ലോബൽ ട്രാഫിക് റാങ്കിങ്ങും അലക്സ ട്രാഫിക് റാങ്കിങ് നേരത്തെ പഠിച്ചതാണ്. അലക്സ ട്രാഫിക് റാങ്കിങ് ഗ്ലോബലി ഉള്ള റാങ്കിങ് കാണിക്കും, ഏത് കൺട്രിയിലാണ് കൂടുതൽ വിസിറ്റ് കിട്ടുന്നത് അതിൻ്റെ റാങ്കിങ് കാണിക്കും. ഇവിടെ ഗ്ലോബലി ഉള്ള എല്ലാ വെബ്സൈറ്റുകളെയും അതിന് കിട്ടുന്ന വിസിറ്റിൻ്റെയും ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൻ്റെ വെബ്സൈറ്റ് 5,54,353 പൊസിഷനിലും ഇന്ത്യയിലുള്ള മൊത്തം വെബ്സൈറ്റുകളെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 53,000 ഇത്ര സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിന്ന് വെബ്സൈറ്റ് അനാലിസിസിൻ്റെ പോർഷനകത്ത് കോളേജിൻ്റെ വെബ്സൈറ്റ് അനാലിസിസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജിൻ്റെ വെബ്സൈറ്റ് അനാലിസിസിനകത്ത് ട്രാഫിക് റാങ്കിങ് എന്ന് പറയുന്ന ഏരിയയാണ് നമ്മളിപ്പം എത്തി നിൽക്കുന്നത്. ട്രാഫിക് റാങ്കിങ്ങിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച സംഗതി തന്നെയാണ്. അലക്സ ട്രാഫിക് റാങ്കിങ് നമുക്ക് നോക്കാൻ അറിയാം. alexa.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രാഫിക് റാങ്കിങ്. പിന്നെ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിസിബിലിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമ്മളെ വെബ്സൈറ്റിൻ്റെ കൂടുതൽ വിസിറ്റ് കിട്ടുന്ന ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വിസിറ്റ് കിട്ടുന്നത് കുവൈറ്റിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൊബൈൽ വിസിറ്റിൻ്റെ കാര്യവും നമുക്ക് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എവിടെ നോക്കാൻ അറിയാൻ പറ്റും? നമ്മളുടെ ഗൂഗിൾ അനലിറ്റിക്സ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിന് മൊബൈൽ വഴി എത്ര വിസിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉള്ളത് അറിയാൻ പറ്റും. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ സെഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിന് തന്നെ ഡയറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം. ലോക്കൽ ഡയറക്ടറിയിൽ എവിടെയൊക്കെ നമ്മൾ കോളേജിൻ്റെ വെബ്സൈറ്റ് വിസിബിലിറ്റി ഉണ്ട്. ലോക്കൽ ഡയറക്ടറി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ജസ്റ്റ് ഡയൽ, ഇവിടെയുള്ള ലോക്കൽ ഡയറക്ടറികളായിട്ടുള്ള ആസ്ക് ലൈല, അങ്ങനെയുള്ള ഡയറക്ടറികളിലുള്ള നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ ഫ്രീ ട്രയലിനകത്ത് അറിയാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഡയലിനകത്തൊക്കെ നമ്മൾ കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും വിസിബിൾ ആണോ ഇല്ല എന്നുള്ളത്. ഇനി നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് ഷെയർസ് 217 പറയുന്നുണ്ട്. ഫേസ്ബുക്കിനകത്ത് നമ്മുടെ കോളേജിനെ പറ്റി 7 കമൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് ലൈക്സ് 349 പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പേജ് കൃത്യമായിട്ട് ഗൂഗിൾ ഈ ടൂളിനെ അറിയാൻ പറ്റണം. ഇപ്പോൾ കൊടുത്തേക്കുന്ന ഫേസ്ബുക്ക് പേജ് കറക്റ്റാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യണം. നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് പേജിനെ ഫേസ്ബുക്ക് പേജുമായിട്ട് ലിങ്ക് ചെയ്യണം. നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സ്കീമ മാർക്കപ്പ് നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് കോളേജിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ ഫേസ്ബുക്ക് പേജിന് കൃത്യമായിട്ട് ഈ ടൂളുകൾക്കൊക്കെ കണ്ടെത്താൻ പറ്റും. ട്വിറ്ററിൻ്റെ അക്കൗണ്ട് കൃത്യമായിട്ട് ഇതാണെന്ന് പറയുന്നുണ്ട്. 732 ഫോളോവേഴ്സ് ഉണ്ടെന്നും 607 ട്യൂട്ട്സ് നടത്തിയിട്ടുണ്ടെന്നും ക്രിയേറ്റ് ചെയ്തിട്ട് 4 വർഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ലിങ്ക്ഡിൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട്.
പിന്നെ ഫേസ്ബുക്കിനകത്തുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇത്രയും പറയുന്നത്, അതായത് എന്താ അവരുടെ പെയ്ഡ് വെർഷൻ എടുക്കണമെന്ന് പറയും. അപ്പോൾ നമുക്കിന്ന് വെബ്സൈറ്റ് അനാലിസിസിൻ്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഇനി പഠിക്കാൻ പോണത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ നമുക്ക് പറ്റുമെങ്കിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ക്ലാസ് എടുക്കാമെന്ന്. നമുക്ക് നോക്കാം. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്, നിങ്ങളാരും പോകരുത്. നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം, അതിനെ അപ്ലോഡ് ചെയ്ത് വെക്കാം. പബ്ലിഷ് ചെയ്യണത് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്തോ, ഞാൻ വീഡിയോ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് യൂട്യൂബിനകത്ത് ഞാൻ ശനിയാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യണത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണതും അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതൊക്കെ കൊടുക്കണം നമുക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വീഡിയോ ഇതിനു മുമ്പേ യൂട്യൂബ് ചാനലിലോട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണത്, പ്രത്യേകിച്ച് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത ആ വെബ് സീരീസിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഏകദേശം ഒരു 65,000-ഓളം വ്യൂസൊക്കെ കിട്ടി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി അത്യാവശ്യത്തിന്. അപ്പം നമുക്ക് ഇന്ന് അതേ ചാനലിനകത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഹോൾഡ് ചെയ്തു. വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് ആ ചാനലിൻ്റെ ആൾക്കാർ, അവരുടെ ഡയറക്ടർ വീഡിയോ അയച്ചു തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിന്ന് ആദ്യം ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് കാണിക്കാം. ആ അക്കൗണ്ടിനകത്ത് നമ്മളെ ഈ വെബ് സീരീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സൈൻ ഇൻ ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സംഗതികളിലേക്ക് റെഡിയാക്കാം. ഹോൾഡ് ചെയ്താൽ മതി. ഞാൻ സൈൻ ഇൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ സൈൻ ഇൻ ചെയ്തു.